എല്ലാ സുഹൃത്തുക്കൾക്കും നമസ്കാരം. കഥ കഥ കസ്തൂരി ബിംബഭാഷയുടെ മഹാഭാരതം 188 അധ്യായത്തിലേക്കാണ് ഈ ആഴ്ച നമ്മൾ പ്രവേശിക്കുന്നത്. മഹാഭാരതത്തിൻ്റെ അവസാനത്തെ പർവമായ സ്വർഗാരോഹണ പർവത്തിൻ്റെ അവസാന ഭാഗത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. മഹാഭാരതത്തിൻ്റെ കഥ പൂർണ്ണമായിട്ടും പറഞ്ഞു കഴിഞ്ഞു. അതിനുശേഷം മഹാഭാരതം വായിച്ചാലുള്ള ചില ഫലശ്രുതിയെക്കുറിച്ച്, എങ്ങനെ വായിക്കണം എന്നതിനെക്കുറിച്ച്, ഓരോ വിഭാഗവും വായിക്കുമ്പോൾ അവർക്ക് കിട്ടുന്ന ക്ഷേമത്തെക്കുറിച്ച് അല്ലെങ്കിൽ ഐശ്വര്യത്തെക്കുറിച്ച് ഇങ്ങനെയൊക്കെ വിശദീകരിക്കുന്ന ഭാഗത്താണ് നമ്മൾ എത്തിയിരിക്കുന്നത്. അവസാനം പറഞ്ഞു നിർത്തിയത് മഹാഭാരതം പൂർത്തിയായതിന് ശേഷം വ്യാസൻ അത് തൻ്റെ പുത്രൻ ശുഗനെയും അതുപോലെ പ്രധാനപ്പെട്ട ചില ശിഷ്യന്മാരെയും അവർക്കത് ചൊല്ലിക്കൊടുക്കുന്ന അല്ലെങ്കിൽ പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് 4 ശ്ലോകങ്ങൾ കൂടി ഉൾപ്പെടുത്തിയാണ് അദ്ദേഹം അത് പറഞ്ഞത് എന്നുള്ളതാണ്. ഭരതവംശത്തിൻ്റെ അല്ലെങ്കിൽ മഹാഭാരതത്തിൽ പറയാൻ ഉദ്ദേശിക്കുന്ന കഥ പൂർത്തീകരിച്ചതിന് ശേഷം 4 ശ്ലോകങ്ങൾ കൂടി അതിനോട് കൂട്ടിച്ചേർത്താണ് വ്യാസൻ പറയുന്നത്. മഹർഷിർ ഭഗവാൻ വ്യാസഃ കൃത്വയമാം സംഹിതാം പുരാ ശ്ലോകൈഃ ചതുർഭിഃ ഭഗവാൻ പുത്രം അധ്യാപയത് ശുഗം. പുത്രനായ ശുഗന് പറഞ്ഞു കൊടുത്തപ്പം 4 ശ്ലോകങ്ങൾ കൂടി കൂട്ടിച്ചേർത്താണ് അത് ചൊല്ലിക്കൊടുത്തത്. അതിൽ ആദ്യത്തെ ശ്ലോകം മാതാ പിതൃസഹസ്രാണി പുത്രദാരശതാനി ച സംസാരേഷ അനുഭൂതാനി യാന്തി യാസ്യന്തി ചാവരെ. മാതാപിതാക്കന്മാർ സഹസ്രം, ആയിരക്കണക്കിന് മാതാപിതാക്കന്മാരും 100 കണക്കിന് പുത്രന്മാരും പുത്രന്മാരുടെ വധുക്കളുമായിട്ട് മാനവവംശത്തിൻ്റെ പരമ്പര തുടർന്നുകൊണ്ടേയിരിക്കുന്നു. നിരവധി പേര് ഈ ഭൂമിയിലേക്ക് വരികയും അതേപോലെ തന്നെ നിരവധി പേര് ഈ ഭൂമിയിൽ നിന്ന് മരിച്ച് ഇല്ലാതായി പുറത്തു പോവുകയും ചെയ്യുന്നുണ്ട്. ഈ തുടർന്നുകൊണ്ടിരിക്കുന്ന ഒരു പരമ്പരയുടെ ചിത്രമാണ് ആദ്യത്തെ ശ്ലോകത്തിൽ പറയുന്നത്. രണ്ടാമത്തെ ശ്ലോകത്തിൽ ദിവസേ ദിവസേ സംസാരേഷ അനുഭൂതാനി യാന്തി യാസ്യന്തി ചാവരെ ഹർഷസ്ഥാന സഹസ്രാണിജ. സന്തോഷിക്കാനുള്ള, ഹർഷത്തിനുള്ള അല്ലെങ്കിൽ സന്തോഷിക്കാനുള്ള അവസരങ്ങൾ ആയിരക്കണക്കിനുണ്ട് ഈ ഭൂമിയിൽ ജന്മമെടുത്ത മനുഷ്യർക്ക്. ഹർഷസ്ഥാന സഹസ്രാണി ഭയസ്ഥാന ശതാനിജ. ഭയക്കേണ്ടതായിട്ടുള്ള, പേടിക്കേണ്ടതായിട്ടുള്ള സന്ദർഭങ്ങളും അവസരങ്ങളും 100 കണക്കിന് ഉണ്ട്. ദിവസേ ദിവസേ മൂഢം ആവിശന്തി. ഓരോ ദിവസവും മൂഢന്മാര് ഈ ഹർഷസ്ഥാനങ്ങളിലും അതുപോലെ ഭയസ്ഥാനങ്ങളിലും മുഴുകിപ്പോകുന്നു, അതിൽ വീണുപോകുന്നു. ന പണ്ഡിതം, പണ്ഡിതന്മാര് അങ്ങനെ ചെയ്യുന്നില്ല. അപ്പോൾ ആദ്യം പറഞ്ഞത് ജനന മരണങ്ങളുടെ ഒരു പരമ്പരയാണ്. ആളുകൾ വരികയും ജനിച്ചു വീഴുകയും മരിച്ചു പോവുകയും ചെയ്യുന്നു. രണ്ടാമത്തത് ഹർഷത്തിൻ്റെയും ഭയത്തിൻ്റെയും ഒരു പരമ്പരയാണ്. സന്തോഷിക്കാനും സങ്കടപ്പെടാനുള്ള നിരവധി സന്ദർഭങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നുണ്ട്. മൂഢന്മാർ ഇതിലോരോന്നിലും വീണു പോകുന്നു. എന്ന് വെച്ചാൽ മരിക്കുമ്പോൾ സങ്കടപ്പെടുകയും ജനിക്കുമ്പോൾ അമിതമായിട്ട് സന്തോഷിക്കുകയും ഹർഷമുണ്ടാകുമ്പോൾ വലിയ സന്തോഷം പ്രകടിപ്പിക്കുകയും അതേപോലെ തന്നെ ഭയത്തിനോ ദുഃഖത്തിനോ കാരണമാകുമ്പോൾ വല്ലാതെ അതിൽ മുഴുകിപ്പോവുകയും ചെയ്യുന്നു. എന്ന് വെച്ചാൽ ജീവിതത്തിൽ ഉണ്ടാകുന്ന സുഖദുഃഖങ്ങളെ സംയമനത്തോടെ അതിജീവിക്കാൻ കഴിയുന്നവനാണ് പണ്ഡിതൻ എന്നൊരു സന്ദേശമാണ് ഇതിൽ വരുന്നത്. ദിവസേ ദിവസേ മൂഢം ആവിശന്തി ന പണ്ഡിതം. അടുത്ത ശ്ലോകം വളരെ പ്രധാനമാണ്. ഊർധ്വബാഹുർ വിരൗമ്യേഷ ന കശ്ചിത് ശൃണോതിമേ. ഞാൻ 2 ബാഹുക്കളും 2 കരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തി വിളിച്ചു പറയുന്നുണ്ട്. ന കശ്ചിത് ശൃണോതിമേ, എന്നെ ആരും കേൾക്കുന്നില്ല. വേദവ്യാസനാണ് പറയുന്നത്, നോക്കണം. 2 ബാഹുക്കളും ആകാശത്തിലേക്ക് ഉയർത്തി ഞാൻ വിളിച്ചു പറയുന്നുണ്ട്, പക്ഷെ ആരും എന്നെ കേൾക്കുന്നില്ല. എന്താ വിളിച്ചു പറയുന്നത്? ധർമാത് അർത്ഥശ്ച കാമശ്ച സ കിമർത്ഥം ന സേവ്യതേ. ധർമ്മത്തിലൂടെ അർത്ഥം സമ്പാദിക്കുകയും ആ അർത്ഥം ഉപയോഗിച്ചുകൊണ്ട് കാമനകൾ പൂർത്തീകരിക്കുകയും അങ്ങനെ
മോക്ഷത്തിലേക്ക് പോവുകയും ആണ് ചെയ്യേണ്ടത് എന്ന കാര്യമാണ് ഇരുകരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തിപ്പിടിച്ച് ഞാൻ വിളിച്ചു പറയുന്നത്. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ ധർമ്മത്തിന്റെ പാത ഏതാണ് എന്നും ഏതു പാതയാണ് അധർമ്മത്തിന്റെ പാത എന്നും ഏതു പാതയിലാണ് സഞ്ചരിക്കേണ്ടത് എന്നും ഏതു പാതയിലൂടെയാണ് സഞ്ചരിക്കാൻ പാടില്ലാത്തത് എന്നും മുന്നറിയിപ്പ് നൽകിക്കൊണ്ട് ഞാൻ വിളിച്ചു പറഞ്ഞുകൊണ്ടേയിരിക്കുകയാണ്, രണ്ട് കൈകളും ആകാശത്തിലേക്ക് ഉയർത്തി. പക്ഷെ ആരും എന്നെ കേൾക്കുന്നില്ല. ന ജാതു കാമാൻ ന ഭയാൻ ന ലോഭാൻ ധർമ്മം ത്യജേ ജീവിതസ്യാപി ഹേതു. കാമത്തിനു വേണ്ടിയോ ലോഭത്തിനു വേണ്ടിയോ ഭയം കൊണ്ടോ ജീവൻ രക്ഷിക്കാൻ വേണ്ടി പോലുമോ ധർമ്മത്തെ ഉപേക്ഷിക്കാൻ പാടില്ല. ധർമ്മം ത്യജേ ജീവിതസ്യാപി ഹേതു നിത്യോ ധർമ്മ സുഖദുഃഖേത്വ അനിത്യേ ജീവോ നിത്യോ ഹേതു അസ്യ ത്വ അനിത്യ. കാരണം ധർമ്മം നിത്യമാണ്, സുഖദുഃഖങ്ങൾ നിത്യമല്ല. ജീവിതം നിത്യമാണെങ്കിൽ പോലും ഈ ശരീരത്തിൽ അത് നിത്യമല്ല. ഇതാണ് രണ്ട് കൈകളും ആകാശത്തേക്ക് ഉയർത്തിപ്പിടിച്ചിട്ട് വ്യാസൻ വിളിച്ചു പറയുന്നത്. ആരും എന്നെ ശ്രദ്ധിക്കുന്നില്ല എന്നാണ് വ്യാസൻ പറയുന്നത്. അപ്പൊ ധർമ്മത്തിൽ നിന്ന് അർത്ഥവും അങ്ങനെ ലഭിക്കുന്ന അർത്ഥം കൊണ്ട് കാമനകളും പൂർത്തീകരിക്കുകയും അങ്ങനെ മോക്ഷം നേടുകയുമാണ് വേണ്ടത്. അപ്പോൾ ധർമ്മം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. എന്നിട്ടും ആളുകൾ എന്തുകൊണ്ടാണ് ധർമ്മത്തെ ഗണിക്കാത്തത് എന്നാണ് വ്യാസൻ ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ആഗ്രഹങ്ങൾ നിറവേറ്റുന്നതിന് വേണ്ടിയോ ആരെയെങ്കിലും പേടിച്ചിട്ടോ ഭയത്താലോ ലോഭത്താലോ ആരും തന്നെ ധർമ്മത്തെ കൈവെടിയാൻ പാടില്ലാത്തതാണ്. ജീവൻ നിലനിർത്താൻ വേണ്ടി പോലും അല്ലെങ്കിൽ ജീവൻ അപകടത്തിലാണ് എന്ന സന്ദർഭത്തിൽ പോലും ഒരാൾ ധർമ്മം കൈവെടിയരുത്. കാരണം ധർമ്മം നിത്യമാണ്, ജീവിതത്തിലെ സുഖദുഃഖങ്ങളും എല്ലാം അനിത്യമാണ്. ജീവൻ നിത്യമാണെങ്കിലും പക്ഷെ അതിനെ ശരീരത്തിൽ ഘടിപ്പിച്ചിരിക്കുന്നത് കാരണം അത് അനിത്യമാണ്. ഈ ശരീരത്തിൽ ഈ ജീവൻ നിത്യമല്ല എന്നർത്ഥം. ഇതാണ് വ്യാസൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഈ നാല് ശ്ലോകങ്ങളുടെ പ്രത്യേകത എന്താണ് നമ്മൾ ഒന്നുകൂടെ അതിനെ പരിശോധിക്കുന്ന സമയത്ത്, ഒരു രാജവംശത്തിന്റെ അല്ലെങ്കിൽ ഒരു രാജ്യത്തിന്റെ പരമ്പരയുടെ കഥ മാത്രം പറയാൻ നിൽക്കുന്ന ഒരു ചരിത്രകാരൻ, ഒരാൾ കഥ എങ്ങനെ വസ്തുനിഷ്ഠമായിട്ട് പറയുകയാണെങ്കിൽ അയാൾ എന്തിനാണ് വിളിച്ച് കരയുന്നത്? നടന്നുകൊണ്ടിരിക്കുന്ന കാര്യം, കഴിഞ്ഞുപോയ സംഭവങ്ങളെ ക്രോഡീകരിക്കുകയാണല്ലോ അയാൾ ചരിത്രകാരൻ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഉദാഹരണത്തിന് ഇന്ത്യയുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം ഒരാൾ എഴുതുന്നു, അല്ലെങ്കിൽ റഷ്യൻ റവല്യൂഷന്റെ ചരിത്രം ഒരാൾ എഴുതുന്നു, ഫ്രഞ്ച് റവല്യൂഷന്റെ ചരിത്രം വേറൊരാൾ എഴുതുന്നു, സിന്ധു നദീതട സംസ്കാരം മുതൽക്ക് ഇന്നലെ വരെയുള്ള ഇന്ത്യയുടെ ചരിത്രം ഒരാൾ എഴുതുന്നു. ആ എഴുതുന്ന ആളെ സംബന്ധിച്ചിടത്തോളം കഴിഞ്ഞുപോയ ഒരു കാര്യം അയാൾ എഴുതി വെക്കുകയാണല്ലോ ചെയ്യുന്നത്, രേഖപ്പെടുത്തുകയാണ് ചെയ്യുന്നത്. അങ്ങനെ രേഖപ്പെടുത്തുമ്പോൾ എന്തിനാണ് ഇയാൾ വിളിച്ചു കരയുന്നത്? ചരിത്രകാരൻ അങ്ങനെ വിളിച്ചു കരയേണ്ട യാതൊരു ആവശ്യമില്ല. കഴിഞ്ഞുപോയ കാര്യങ്ങളെയാണ് രേഖപ്പെടുത്തുന്നത്, സംഭവിച്ച കാര്യം. ഇപ്പൊ മഹാഭാരതത്തിൽ നമ്മൾ ആദ്യത്തെ കഥ മുതൽ അവസാനത്തെ കഥ വരെ വായിക്കുന്ന സമയത്ത് ഈ കഥകൾ നിരന്തരം നമ്മളോട് പറയുന്നത് എന്താണ്? പണ്ട് ഒരു രാജ്യത്ത് ഇങ്ങനെ ഒരു രാജ്യം ഉണ്ടായിരുന്നു, പണ്ട് ഒരു രാജകുമാരൻ ഇങ്ങനെ ഉണ്ടായിരുന്നു, പണ്ടൊരു ബ്രാഹ്മണൻ ഇങ്ങനെ ഉണ്ടായിരുന്നു. ഇങ്ങനെ കഴിഞ്ഞുപോയ കാര്യങ്ങളെ കുറിച്ചാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. യഥാർത്ഥത്തിൽ കഴിഞ്ഞുപോയ ഒരു കാര്യത്തെക്കുറിച്ച് പറയുന്ന ആള് കരയുന്നത് എന്തിനാണ്? ആരോടും അയാൾക്ക് കരയാനില്ലല്ലോ, സംഭവിച്ചു കഴിഞ്ഞതാണല്ലോ. അയാൾക്ക് അത് തിരുത്താൻ പറ്റില്ല, മാറ്റാൻ കഴിയില്ല. ചരിത്രത്തെ വീണ്ടും നമുക്ക് മാറ്റി എഴുതാൻ പറ്റില്ല. അവിടെയാണ് ഈ മഹാഭാരതം ഇതിഹാസമാണ് എന്ന് നമ്മൾ ആദ്യം പറഞ്ഞ ആ ഇതിഹാസം എന്ന വാക്കിന്റെ നിർവചനം പ്രസക്തം ആകുന്നത്. നേരത്തെ നമ്മൾ പറഞ്ഞു ഇതിഹാസം എന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ചരിത്രം എന്നാണ് ആ വാക്കിന് അർത്ഥം എടുക്കാറുണ്ടെങ്കിൽ പോലും സംസ്കൃതത്തിൽ ആ പദത്തിന്റെ അർത്ഥം ഈ ചരിത്രം എന്നല്ല. അത് ധർമാർത്ഥ കാമമോക്ഷാണ ഉപദേശ സമന്വിതം പൂർവവൃത്തം പണ്ട് കഴിഞ്ഞ കാര്യങ്ങൾ പറയുകയാണ്. അത് ആ പറയാനുള്ള ഒരു ടൂള്, ഒരു ഉപകരണം മാത്രമാണ് ഈ കഥകൾ എന്ന് പറയുന്നത്. അപ്പോ അതൊരു ഉപദേശമാണ് എന്ന് വെച്ചാൽ കഴിഞ്ഞുപോയ കാര്യത്തെ ജനങ്ങളോട് പറയുകയല്ല ചെയ്യുന്നത്. ജീവിച്ചിരിക്കുന്ന സമൂഹത്തിന് അല്ലെങ്കിൽ ഇനി വരാനിരിക്കുന്ന സമൂഹത്തിന് നിങ്ങൾ എങ്ങനെയാണ് ജീവിക്കേണ്ടത് എന്ന് മാതൃക കാണിക്കുന്നതിന് വേണ്ടി കഥകൾ ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. ആ കഥകളുടെ സ്വഭാവം എന്താണ്? അത് ഉപദേശ സമന്വിതമാണ്. ചില കാര്യങ്ങൾ സമൂഹത്തെ പഠിപ്പിക്കാൻ വേണ്ടി ഉദ്ദേശിച്ചു കൊണ്ടുള്ളതാണ് ഈ കഥകൾ. ആ പഠിപ്പിക്കാൻ ശ്രമിക്കുന്ന കാര്യങ്ങൾ എന്താണ്?
അത് ധർമ്മമാർഗത്തിൽ ചരിച്ചുകൊണ്ട് അർത്ഥം സമ്പാദിക്കാനും ആ അർത്ഥം ഉപയോഗിച്ചുകൊണ്ട് കാമനകൾ പൂർത്തീകരിക്കാനും അങ്ങനെയാണ് മോക്ഷം നേടേണ്ടത് എന്നുള്ള ഒരു ജീവിത വീക്ഷണമാണ് ഈ ഇതിഹാസത്തിലൂടെ പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നത്. എന്ന് വെച്ചാൽ ഇതിഹാസത്തിന്റെ പിറകിൽ ഒരു പ്രത്യയശാസ്ത്രമുണ്ട്, അതിനൊരു രാഷ്ട്രീയമുണ്ട്, അല്ലെങ്കിൽ ഒരു ധാർമ്മിക വ്യവസ്ഥ അത് പ്രചരിപ്പിക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട്. ആ ധാർമ്മിക വ്യവസ്ഥ പ്രചരിപ്പിക്കാൻ ഉദ്ദേശിച്ചുകൊണ്ടുള്ള നിർമ്മിച്ചെടുക്കുന്ന കഥകളാണ് ഇതിഹാസത്തിലെ കഥകൾ. അല്ലാതെ കഴിഞ്ഞുപോയ ചരിത്രം വെറുതെ പറയുന്ന ഒരു ചരിത്രകാരൻ മാത്രം അല്ല ഇവിടെ ഇതിഹാസകാരനായിരിക്കുന്ന വേദവ്യാസൻ. അതുകൊണ്ടാണ് താൻ ഇങ്ങനെ നിരന്തരം സമൂഹത്തെ ഉപദേശിക്കാൻ ശ്രമിച്ചിട്ടും അതിന് നൂറുകണക്കിന് കഥകൾ പറഞ്ഞിട്ടും ആ കഥകൾ നിങ്ങൾ ഇങ്ങനെ പോയി കഴിഞ്ഞാൽ ഇന്ന അപകടം സംഭവിക്കും, അതുകൊണ്ട് ഇങ്ങനെ പ്രവർത്തിക്കരുത് എന്ന് നിരന്തരമായിട്ട് പറഞ്ഞു കൊടുത്തിട്ടും ആളുകൾ എന്തുകൊണ്ടാണ് തന്നെ ശ്രവിക്കാതിരിക്കുന്നത് എന്നതിൻ്റെ വേവലാതിയാണ് ഈ രണ്ട് ബാഹുക്കളും രണ്ട് കരങ്ങളും ആകാശത്തേക്ക് ഉയർത്തി വിളിച്ചു പറയുന്ന വേദവ്യാസന്റെ ചിത്രം ഇതിൽ കൊടുത്തിരിക്കുന്നത്. എന്ന് വെച്ചാൽ നമ്മൾ ആദ്യം പറഞ്ഞതുപോലെ ഈ കഥകളൊന്നും തന്നെ കഴിഞ്ഞുപോയ കാര്യങ്ങൾ വെറുതെ പറയുകയല്ല, കഴിഞ്ഞുപോയ സംഭവങ്ങളെ വസ്തുനിഷ്ഠമായിട്ട് ചിത്രീകരിക്കലല്ല, വരാനിരിക്കുന്ന സമൂഹത്തിന് ചില ഉപദേശങ്ങൾ കൊടുക്കുകയാണ്. അതിനുവേണ്ടി സൃഷ്ടിക്കപ്പെട്ട കഥാപാത്രങ്ങളാണ് ഇതിലെ ഓരോ കഥാപാത്രങ്ങൾ. ദുര്യോധനാണെങ്കിലും കർണനാണെങ്കിലും ദുശാസനനാണെങ്കിലും ധൃതരാഷ്ട്രനാണെങ്കിലും പാണ്ഡുവാണെങ്കിലും ഭീമസേനനാണെങ്കിലും യുധിഷ്ഠിരനാണെങ്കിലും അർജുനനാണെങ്കിലും ആ കഥാപാത്രങ്ങളുടെ സൃഷ്ടിയിൽ തന്നെ നമുക്ക് നോക്കിയാൽ മനസ്സിലാവും അത് വെറും വ്യക്തികളല്ല എന്നത്. യുധിഷ്ഠിരന്റെ ഒരു ധാർമ്മികമായിട്ടുള്ള വ്യവസ്ഥ, ഭീമസേനൻ കരുത്തിന്റെ പ്രതീകം അല്ലെങ്കിൽ ടെക്നോളജി ഒന്നും എത്തുന്നതിന് മുമ്പുള്ള കായിക ശക്തിയുടെ പ്രതീകം, അർജുനൻ ടെക്നോളജിയുടെ ഏറ്റവും പുതിയ ശസ്ത്രം അല്ലെങ്കിൽ ആയുധത്തിന്റെ ആ ആയുധം ഉപയോഗിച്ചുകൊണ്ടുള്ള യുദ്ധമുറയിൽ പ്രാവീണ്യം നേടിയ ആള്, തേരോടിക്കുന്നതിന് യാത്രയുടെ മേഖലയിൽ പ്രാവീണ്യം നേടിയ വേറൊരു കഥാപാത്രം നകുലൻ. ഇങ്ങനെ വ്യത്യസ്തമായിട്ടുള്ള കഥാപാത്രങ്ങൾ, ഓരോ തരത്തിലുള്ള ആയുധങ്ങൾ, അസ്ത്രത്തിന്റെ മുമ്പോ അതിന്റെ ശേഷമോ മാത്രം വരുന്ന, ഒരുപക്ഷെ അസ്ത്രത്തിന്റെ ശേഷമായിട്ട് വരുന്ന വാളും പരിചയം. ഈ മഹാഭാരത യുദ്ധത്തിലൊന്നും ഏറെ ഉപയോഗിക്കപ്പെട്ടിട്ടില്ലാത്ത വാള് പരിച എന്ന് പറയുന്ന ഒരു ആയുധത്തിന്റെ ഉപയോഗത്തിൽ നിപുണനായിട്ടുള്ള വേറെ ഒരാൾ. എന്ന് വെച്ചാൽ ഒരു ജ്ഞാനമേഖലയുടെ എന്താ പറയാ പ്രതിനിധികളാണ് ഈ കഥാപാത്രങ്ങളുടെ അർത്ഥം. ഓരോ ജ്ഞാനമേഖലയുടെ യുദ്ധമുറകളുടെ ജ്ഞാനമേഖലകളുടെ നിലപാടുകളുടെ ഒക്കെ പ്രതിരൂപങ്ങളാണ്, ബിംബരൂപങ്ങളാണ്. ശരീരത്തിൽ നിന്ന് ശരീരത്തിലേക്ക് ജീവൻ തുടരും എന്നാണ് ഇവിടെ വ്യാസം പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മഹാഭാരതത്തിലെ ഈ പ്രഖ്യാപനത്തെ രണ്ടു തരത്തിൽ നമുക്ക് വ്യാഖ്യാനിക്കാം. ഒന്ന്, വൈദിക മതത്തിന്റെ ദർശനം അനുസരിച്ച് ഒരേ ജീവൻ തന്നെ വസ്ത്രം മാറുന്നത് പോലെ ശരീരത്തെ മാറി മാറി സ്വീകരിച്ചുകൊണ്ട് നിലനിൽക്കുകയാണല്ലോ ചെയ്യുന്നത്. മഹാഭാരതം ഭഗവത്ഗീത അതാണല്ലോ പറയുന്നത്. വാസാംസി ജീർണാനിയും തുടങ്ങുന്ന ഭഗവത്ഗീതയിലെ ശ്ലോകം അത്തരത്തിലാണ് ജീവന്റെ തുടർച്ചയെയും ആത്മാവിന്റെ നിത്യമായ നിലനിൽപ്പിനെയും കുറിച്ച് പറയുന്നത്. എന്നാൽ വിശേഷ സാഖ്യ ദർശനത്തിന്റെ ആചാര്യനായിരുന്ന ഭരദ്വാജന്റെ ദർശനം അനുസരിച്ച് ബീജത്തിൽ നിന്ന് വീണ്ടും വൃക്ഷം ജനിക്കുന്നത് പോലെ ബീജത്തിൽ നിന്ന് വീണ്ടും ജീവൻ ഉടലെടുത്തുകൊണ്ട് തുടരുകയാണ് ഈ ജീവൻ എന്നർത്ഥം. അഥവാ ബീജം പരിണമിച്ചു കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത് എന്നർത്ഥം. ആദ്യത്തെ ബീജം മാത്രം സൃഷ്ടിച്ചത് ആരാണ് അഥവാ എങ്ങനെയാണ് ആവിർഭവിച്ചത് എന്ന കാര്യത്തിൽ മാത്രമാണ് ഭരദ്വാജന്റെ ദർശനവും പരിണാമ സിദ്ധാന്തവും തമ്മിൽ വിയോജിക്കുന്നത്. ഭരദ്വാജന്റെ ദർശനം പറയുന്നത് ഈശ്വരൻ സൃഷ്ടിച്ചു എന്നാണ്. പരിണാമ ദർശനം പറയുന്നത് അങ്ങനെയല്ല, അത് ജീവൻ രൂപപ്പെട്ടു വന്നതാണ്. ആ തർക്കം അവിടെ നിലനിൽക്കെ തന്നെ ബാക്കിയുള്ള കാര്യങ്ങളിൽ ജീവന്റെ തുടർച്ച എന്ന് പറയുന്നത് പരിണാമ സിദ്ധാന്തത്തോട് ചേർന്ന് നിൽക്കുന്ന ദർശനമാണ് ഭരദ്വാജന്റെ ദർശനം എന്നർത്ഥം. അപ്പൊ ഈ രണ്ട് തരത്തിലാണെങ്കിലും ജീവൻ തുടരുന്നു എന്ന ഒരു പ്രഖ്യാപനം ഉണ്ടല്ലോ. ആ പ്രഖ്യാപനം പ്രസക്തമാവുന്നിടത്ത് രണ്ടു തരത്തിലും പ്രസക്തമാണെന്നർത്ഥം. പുലർച്ചയ്ക്ക് എഴുന്നേറ്റ് മഹാഭാരതം പാരായണം ചെയ്യുന്നവർക്കും അത് ശ്രവിക്കുന്നവർക്കും ലഭിക്കാനിടയുള്ള പുണ്യഫലങ്ങളെ കുറിച്ചും അതേപോലെ ഓരോ പർവ്വത്തിലെയും കഥ പറയുന്ന ബ്രാഹ്മണർക്ക് നൽകേണ്ട സമ്മാനങ്ങളെ കുറിച്ചുമൊക്കെയാണ് മഹാഭാരതത്തിന്റെ തുടർന്നുള്ള ഒരു അധ്യായത്തിൽ അല്ലെങ്കിൽ ഒരു ഭാഗത്ത് വിവരിക്കുന്നത്. കിസരി മോഹൻ ഗാംഗുലിയുടെ ഇംഗ്ലീഷ് തർജ്ജമയിൽ അത് വേറൊരു അധ്യായമായിട്ട് കൊടുത്തിരിക്കുന്നു.
സംസ്കൃതത്തിലുള്ള പാഠത്തിൽ അത് 5-ാമത്തെ 18-ാമത്തെ പർവ്വത്തിന്റെ 5-ാമത്തെ അധ്യായത്തിന്റെ അവസാന ഭാഗത്ത് കൊടുത്തിരിക്കുന്നു എന്ന് മാത്രമേ വ്യത്യാസമുള്ളൂ. നായയുടെ കഥ പറഞ്ഞുകൊണ്ടാണ് ഉഗ്രശ്രവസ് മഹാഭാരതത്തിലെ കഥ പറയാൻ ആരംഭിക്കുന്നത്. അത് തന്നെ വളരെ വലിയൊരു അത്ഭുതമായിട്ട് തോന്നാം. ഇത്രയും വലിയ ഒരു ക്യാൻവാസിൽ വലിയ ഒരു രാജവംശത്തിന്റെ സംസ്കാരങ്ങളുടെ ആയിരക്കണക്കിന് വർഷങ്ങൾ നീണ്ടു നിന്ന ഒരു പരമ്പരയുടെ ഒക്കെ കഥ പറയാൻ തുടങ്ങുമ്പോൾ ആദ്യമായിട്ട് പറയുന്നത് എന്താണ്? യജ്ഞവേദിയിലേക്ക് ഒരു പട്ടി കയറി വന്നു. ആ പട്ടി ആരോ തല്ലി പിടിച്ചു. ആ പട്ടിയുടെ അമ്മ രാജാവിനെ ശപിച്ചു. എങ്ങനെ ഇത് പറഞ്ഞിട്ടാണ് ശൗനകന്റെ ആശ്രമത്തിൽ വെച്ചിട്ട് ഉഗ്രശ്രവസ് കഥ പറയാൻ തുടങ്ങുമ്പോൾ ആദ്യം പറയുന്ന കഥ അതാണ്. യജ്ഞവേദിയിലെത്തിയ നായയെ അടിച്ചോടിക്കുകയാണ് ജനമേജയന്റെ സഹോദരന്മാർ. നായ അതിന്റെ അമ്മയുടെ അടുത്ത് നിന്ന് പരാതി പറയുന്നു. അമ്മ, നമ്മൾ നേരത്തെ പറഞ്ഞ അമ്മ ആദ്യം ചോദിക്കും, നിങ്ങൾ ഹവിസ് നക്കിയിട്ടുണ്ടാവും, അല്ലെങ്കിൽ അവിടെ കുറച്ച് ബഹളം വെച്ചിട്ടുണ്ടാവും, യജ്ഞവേദിയിൽ ചെയ്യാൻ പാടില്ലാത്തതാണ് അതൊന്നും. ഇപ്പൊ കുട്ടികളും ഈ നായ പറയുന്നത്, ഞാൻ അതൊന്നും ചെയ്തിട്ടില്ല, ഹവിസ് നക്കിയിട്ടില്ല, ഹവിസ് മണത്ത് നോക്കിയിട്ട് പോലുമില്ല, യജ്ഞവേദിയിൽ ബഹളം വെച്ചിട്ടില്ല, ഞാൻ വെറുതെ യജ്ഞം നോക്കി അവിടെ നിൽക്കുക മാത്രമേ ചെയ്തിട്ടുണ്ടായിരുന്നുള്ളൂ എന്ന് പറയുന്നു. അപ്പൊ ഒരു കുറ്റവും ചെയ്യാത്ത അകാരണമായി തന്റെ പുത്രനെ ശിക്ഷിച്ച രാജാവിനെ സരമ എന്ന പട്ടി ശപിക്കുന്ന കഥയാണ് മഹാഭാരതം ആദ്യമായിട്ട് പറയുന്നത്. അതല്ല, ഉഗ്രശ്രവസ് ആദ്യമായിട്ട് പറയുന്നത്. അത് ജനമേജയന്റെ രാജ്യസദസ്സിൽ സംഭവിച്ച ഒരു കാര്യമാണ്, സംഭവിച്ച ഒരു കാര്യമാണ്. ആ കാര്യം നമ്മളോട് പറയുന്നത് വേദവ്യാസനോ വൈശമ്പായനോ അല്ല, ഉഗ്രശ്രവസാണ് പറയുന്നത്. ഇങ്ങനൊരു കാര്യം നടന്നിട്ടുണ്ടെന്ന് ഉഗ്രശ്രവസാണ് പറയുന്നത്. അകാരണമായി പ്രജകളെ ശപിക്കുന്ന അല്ലെങ്കിൽ പ്രജകളെ ഉപദ്രവിക്കുന്ന രാജാവ് അകാരണമായി തന്നെ ഭയം ജനിക്കാൻ ഇടയാകട്ടെ എന്നാണ് പട്ടിയുടെ ശാപം. ഒരു കാരണമില്ലാതെ പ്രജകളെ ഉപദ്രവിച്ച രാജാവ് അകാരണമായിട്ട് അയാൾക്ക് ഭയം ഉണ്ടാവട്ടെ എന്നാണ് പട്ടിയുടെ ശാപം. ഇവിടെ യാതൊരു തെറ്റും ചെയ്യാതെ ശിക്ഷ ഏറ്റുവാങ്ങുന്ന ഒരു നായയും തെറ്റു ചെയ്ത മഹാരാജാവിനെ ശപിക്കുന്ന പട്ടിയും ഉണ്ട്. അപ്പൊ ശിക്ഷ വിധിക്കുന്നത് ആരാണ്? രാജാവിനെ പോലും കുറ്റവിചാരണ ചെയ്തിട്ട് രാജാവ് തെറ്റു ചെയ്തിട്ടുണ്ടെന്ന് കണ്ടെത്തുന്നതും രാജാവിന് ശിക്ഷ വിധിക്കുന്നതും ഒരു പട്ടിയാണ്, ഒരു നായയാണെങ്കിൽ, അല്ല ഒരു ശ്വാനനാണ് അർത്ഥം. ധർമ്മം നിലനിൽക്കാൻ ആവശ്യമായ ശിക്ഷയാണ് പട്ടി വിധിക്കുന്നതെന്ന് അർത്ഥം. ഒരു സമൂഹത്തിൽ ധർമ്മം നിലനിൽക്കണമെങ്കിൽ രാജാവിനും ചില നിബന്ധനകൾ ബാധകമാണ്, പ്രജകൾക്കും ബാധകമാണ്. ബ്രാഹ്മണർക്കും ബാധകമാണ്, ക്ഷത്രിയർക്കും ബാധകമാണ്, വൈശ്യരും ശൂദ്രരും ഒക്കെ ചില പ്രത്യേക രീതിയിൽ പെരുമാറും. അപ്പൊ അത് ലംഘിച്ചവർക്ക് ശിക്ഷയുണ്ട്. ഇവിടെ രാജാവ് നിയമം ലംഘിച്ചാൽ ആരാണ് ശിക്ഷ വിധിക്കുക? എല്ലാവരെയും ശിക്ഷിക്കാനുള്ള അധികാരമുള്ള ആളാണ് രാജാവ്. രാജാവ് തെറ്റ് ചെയ്താൽ ആരാണ് ശിക്ഷ വിധിക്കുക എന്നാണ് വലിയ ചോദ്യം. ഇപ്പോഴാണെങ്കിൽ നമുക്ക് സുപ്രീം കോടതി എന്ന് പറഞ്ഞിട്ട് വേറെ സംവിധാനമുണ്ട്. കോടതി വേറെയാണ്. എക്സിക്യൂട്ടീവിന്റെ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ടുള്ള ഒരു നീതി നിർവഹണ സംവിധാനമുണ്ട്. അപ്പൊ എക്സിക്യൂട്ടീവ് ഒരു തെറ്റ് ചെയ്താൽ നമുക്ക് ജുഡീഷ്യറിയെ സമീപിക്കാം. അവർ തമ്മിലുള്ള ഒത്തുകളിയൊക്കെ ഉണ്ടാവും, എന്നാൽ പോലും സമീപിക്കാൻ ഒരു അവസരമുണ്ട്. പക്ഷേ ഈ നമ്മുടെ ജനാധിപത്യ സംവിധാനം വരുന്നതിന്റെ മുമ്പുള്ള രാജവംശത്തിന്റെ കാലത്ത് അങ്ങനെ ഒരു സംവിധാനം ഇല്ല. രാജാവ് തെറ്റ് ചെയ്താൽ രാജാവിനെ ശിക്ഷിക്കാൻ അവർക്ക് അധികാരമില്ല. കാരണം രാജാവിന്റെ അധികാരം എന്ന് പറയുന്നത് ഡിവൈൻ ആണ്, ദൈവത്തിൽ നിന്ന് നേരിട്ട് കിട്ടിയതാണെന്നാണ് വിശ്വസിച്ചിരുന്നത് പലരും. പക്ഷെ ഇവിടെ രാജാവിനെ ശിക്ഷിക്കുന്നുണ്ട്. ആ ശിക്ഷിക്കുന്ന ആരാണ്? അത് ബ്രാഹ്മണരല്ല, പണ്ഡിതന്മാരല്ല, അത് ഒരു പട്ടിയാണ് ശിക്ഷിക്കുന്നത്, ഒരു ശ്വാനനാണ് ശിക്ഷിക്കുന്നത്. ആ ശിക്ഷ രാജാവിനെ ഏൽക്കുകയും ശിക്ഷ അത് അകാരണമായിട്ട് രാജാവ് ഭയക്കാനിട വരികയും രാജാവ് ശിക്ഷയ്ക്കിൽ നിന്നും മോചനം നേടാൻ വേണ്ടിയിട്ട് കർമ്മങ്ങളൊക്കെ ചെയ്യുകയും ചെയ്യുന്നുണ്ട്. ഇപ്പോൾ സുതസേനൻ, ഉഗ്രസേനൻ, ഭീമസേനൻ എന്നീ പേരുള്ള 3 സഹോദരന്മാരാണ് നായ അടിക്കുന്നത്. പക്ഷെ ഈ 3 സഹോദരന്മാർക്കല്ല ശിക്ഷ ലഭിക്കുന്നത്, അവരുടെ ജ്യേഷ്ഠനായിരിക്കുന്ന രാജ്യം ഭരിക്കുന്ന രാജാവിനാണ്. അപ്പൊ രാജാവിന്റെ ആജ്ഞാനവർത്തികൾ ചെയ്യുന്ന തിന്മകൾക്കും രാജാവാണ് ഉത്തരവാദി എന്ന് വരുന്നുണ്ട് ഇവിടെ. അതാണ് പറയാതെ പറയുന്നത്. അങ്ങനെയുള്ള ആ രാജാവിനെ ശപിക്കുന്ന പട്ടി ശപിക്കുന്നു. അതിനുശേഷം ആ പട്ടിയുടെ ശാപത്തിൽ നിന്ന് മുക്തി നേടാൻ വേണ്ടി രാജാവ് ബ്രാഹ്മണനെ സമീപിക്കുന്നു. അത് ആ ബ്രാഹ്മണൻ നിർദ്ദേശിച്ച കർമ്മങ്ങളൊക്കെ ചെയ്യുന്നു.
അങ്ങനെയാണ് ആ ശാപത്തിൽ നിന്ന് അദ്ദേഹം നിവൃത്തി നേടുന്നത്. ഒരു ശ്വാനനെ മഹാഭാരതത്തിന്റെ അവസാന ഭാഗത്തും നമ്മൾ കാണുന്നു. ആ ശ്വാനനാണെങ്കിൽ മഹാഭാരതത്തിന്റെ ഈ 18 പർവ്വങ്ങളിൽ പിന്തുടർന്നു വരുന്ന ഒരു കഥാപാത്രമേ അല്ല. അതിനിടയ്ക്ക് ഒരിക്കൽ പോലും മഹാഭാരത കഥയിലേക്ക് ഇടപെടുകയും ചെയ്തിട്ടില്ല. യുദ്ധം നടക്കുന്ന സമയത്തോ അല്ലെങ്കിൽ യുദ്ധത്തിന് ശേഷമുള്ള ആളുകളുടെ കരയുന്ന സന്ദർഭത്തിലോ ഒന്നും തന്നെ ഇങ്ങനെ ഒരു ശ്വാനൻ കയറി വരുന്നില്ല. അവിടെ യുദ്ധഭൂമിയിൽ വരുന്ന ജീവികളൊക്കെ തന്നെ കുതിരയും ആനയും കോവർ കഴുതയും അതുപോലെയുള്ള ജീവികളാണ്. ഇവൻ കാളകളൊക്കെ വരുന്നുണ്ട്. പക്ഷെ ഒരു പട്ടി അങ്ങനെ വരുന്നില്ല മഹാഭാരതത്തിൽ. അവസാനത്തെ അധ്യായത്തിലാണ് പിന്നീട് ഒരു പട്ടി വരുന്നത്. അത് മഹാപ്രസ്ഥാനത്തിന്റെ, നമ്മൾ പറഞ്ഞ കഥയാണ്. മഹാപ്രസ്ഥാനത്തിന്റെ സമയത്ത് യുധിഷ്ഠിരനും പാണ്ഡവന്മാരും ഏറ്റവും പിറകിലായിട്ട് ദ്രൗപദിയും യാത്ര ചെയ്യുന്നു. ദ്രൗപദി ആദ്യം വീഴുന്നു, സഹദേവൻ വീഴുന്നു, നകുലൻ വീഴുന്നു, അർജുനൻ വീഴുന്നു, ഭീമസേനൻ വീഴുന്നു. എല്ലാവരും മരിച്ചു വീഴുകയാണ്. ആരും ആർക്കു വേണ്ടി കാത്തു നിൽക്കുന്നില്ല. വീണവർ വീണ് കിടക്കുകയും യുധിഷ്ഠിരന്റെ നിർദ്ദേശം അനുസരിച്ച് മുന്നോട്ട് പോവുകയും ചെയ്യാണ് ബാക്കിയുള്ള ആൾക്കാർ. ആ യാത്ര ആരംഭിക്കുന്ന സമയത്ത് ഇവരുടെ കൂടെ ഒരു പട്ടിയുണ്ട്. ആ പട്ടി അപ്പം നിൽക്കുന്നത് ദ്രൗപദിക്കും പിറകിലാണ്. ദ്രൗപദിയെ കൂടെ സംരക്ഷിച്ചുകൊണ്ട് ദ്രൗപദിക്കും പിറകിലാണ് ഈ പട്ടി നിൽക്കുന്നത്. ഓരോരുത്തർ വീഴുമ്പോഴും പട്ടിയുടെ സ്ഥാനം മുന്നോട്ട് വന്ന് അവസാനം യുധിഷ്ഠിരന്റെ തൊട്ടു പിന്നിലാണ് അവസാനത്തെ സന്ദർഭത്തിൽ ഈ പട്ടി നിൽക്കുന്നത്. ആ പട്ടി അവസാനം വരെ യുധിഷ്ഠിരനെ കൂട്ടിക്കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് ധർമ്മരാജന്റെ വാഹനം വരുമ്പോൾ തർക്കമുണ്ടാവുന്നുണ്ട്. ധർമ്മരാജനും മറ്റ് ദേവന്മാരും അതുപോലെ തന്നെ ഇവരും തമ്മിൽ, ഈ യുധിഷ്ഠിരനും തമ്മിൽ. യുധിഷ്ഠിരൻ പറയുന്നത് ഈ പട്ടിയെ കൂടി ജീവനോടുകൂടി സ്വർഗത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോകണം. കാരണം ഈ പട്ടി എൻ്റെ കൂടെ, എൻ്റെ സഹോദരന്മാരും എൻ്റെ പത്നിയൊക്കെ ഉപേക്ഷിച്ച് പോയിട്ട് എന്നെ ഉപേക്ഷിക്കാതെ എൻ്റെ കൂടെ തന്നെ പിന്തുടർന്ന് വന്ന ആളാണ്. അതുകൊണ്ട് ഈ പട്ടിയെ കൂടെ എനിക്ക് കൂട്ടിക്കൊണ്ടുപോകണം സ്വർഗത്തിലേക്ക് എന്ന് പറഞ്ഞു. ദേവന്മാർ പറയുന്നു പട്ടിയെ സ്വർഗത്തിൽ കൂട്ടിക്കൊണ്ടുപോയിട്ട് യാതൊരു കാര്യമില്ല. പട്ടിയെ അങ്ങനെ സ്വർഗത്തിലേക്ക് കൊണ്ടുപോകുന്ന പതിവുമില്ല. അതുകൊണ്ട് നിങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ഈ സ്വർഗീയമായിട്ടുള്ള ഈ വലിയ ഒരു സൗഭാഗ്യം ഉണ്ടല്ലോ, അത് വേണ്ടാന്ന് വെക്കരുത്. പട്ടിക്ക് വേണ്ടി വാശി പിടിക്കരുത്. പട്ടിയെ കൊണ്ടുപോകാൻ പറ്റില്ല, നിങ്ങളെ മാത്രമേ കൊണ്ടുപോകാൻ പറ്റൂ. ഇങ്ങനെ ഈ തർക്കം തുടരുന്നുണ്ട്. അവസാനം വെളിപ്പെടുന്ന ഒരു കാര്യം, ആ പട്ടി ധർമ്മദേവൻ തന്നെയായിരുന്നു എന്നാണ്. ധർമ്മരാജസ്യ വജോ നിശമ്യ ധർമ്മസ്വരൂപി ഭഗവാൻ ഉവാച. ധർമ്മസ്വരൂപിയായിട്ടുള്ള ആ ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു എന്ന് പറഞ്ഞിട്ടാണ് ധർമ്മരാജാവ് തൻ്റെ രൂപത്തെ വെളിപ്പെടുത്തുന്നത്. ആദ്യം പറയുന്ന ധർമ്മരാജസ്യ എന്ന് പറഞ്ഞാൽ യുധിഷ്ഠിരനാണ്. അപ്പോൾ ധർമ്മപുത്രരായിരിക്കുന്ന യുധിഷ്ഠിരന്റെ വാക്കുകൾ കേട്ട് ധർമ്മസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ ഇങ്ങനെ പറഞ്ഞു. ആ ധർമ്മസ്വരൂപിയായിട്ടുള്ള ഭഗവാൻ ഈ പട്ടി തന്നെയാണ്. ധർമ്മത്തിന്റെ ഒരു സൂക്ഷിപ്പുകാരനായിട്ടാണ് ഈ പട്ടി വരുന്നതെന്ന് അർത്ഥം. അല്ലെങ്കിൽ ധർമ്മദേവന്റെ പേരിലാണ് ഈ പട്ടി വരുന്നതർത്ഥം. ആ നായ ധർമ്മദേവൻ തന്നെയായിരുന്നു എന്നും ധർമ്മദേവൻ നായയുടെ രൂപം ധരിച്ചുകൊണ്ട് വന്നതായിരുന്നു എന്നും വ്യക്തമാക്കുന്നുണ്ട്. പിന്നീട് തന്റെ യഥാർത്ഥ രൂപത്തിൽ ധർമ്മദേവൻ പ്രത്യക്ഷപ്പെട്ട് കാര്യങ്ങളെല്ലാം വിശദീകരിച്ച് പറയുന്നുണ്ട്. ഞാൻ നിന്നെ പരീക്ഷിക്കാൻ വേണ്ടിയായിരുന്നു നായയുടെ രൂപം ധരിച്ചത് എന്നാണ് ധർമ്മദേവൻ വെളിപ്പെടുത്തുന്ന കാര്യം. നേരത്തെ ഞാൻ നിന്നെ പരീക്ഷിക്കാൻ വേണ്ടി വനവാസത്തിന്റെ സമയത്ത് മുമ്പ് ഒരു തടാകത്തിന്റെ കരയിൽ വെച്ചിട്ട് ഒരു യക്ഷന്റെ രൂപത്തിലും ഒക്കെ വന്നിട്ടുണ്ടായിരുന്നു എന്ന് അദ്ദേഹം സാക്ഷ്യപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. എന്തുകൊണ്ടായിരിക്കാം മഹാഭാരതത്തിന്റെ തുടക്കത്തിലും ഒടുക്കത്തിലും ഇങ്ങനെ നായയെ ഘടിപ്പിച്ചിരിക്കുന്നത് എന്നൊരു ആലോചന വളരെ പ്രസക്തമാണ് എന്ന് തോന്നുന്നു. ആദ്യത്തിൽ ഒരു നായ, അതിനുശേഷമാണ് കഥ പറഞ്ഞു കൊടുക്കുന്നത്. അവസാനിപ്പിക്കുന്ന സമയത്ത് ഒരു നായയെ വെച്ചിട്ടുണ്ട്. ആ നായ ധർമ്മദേവനാണെന്ന് പറയുകയും ചെയ്യുന്നു. എന്താണ് ഈ നായയും ധർമ്മദേവൻ തമ്മിലുള്ള ബന്ധം? അല്ലെങ്കിൽ എന്താണ് ഈ നായയും ധർമ്മവും തമ്മിലുള്ള ബന്ധം? ധർമ്മം പുലരണം എന്ന് ശക്തമായിട്ട് ശഠിക്കുന്ന ഒരു ദേവനും ഈ നായയും തമ്മിൽ എങ്ങനെയാണ് ബന്ധിച്ചിരിക്കുന്നത്? യാദൃച്ഛികമായി സംഭവിച്ചു പോയതായിരിക്കാൻ ഇടയില്ല ഇങ്ങനൊരു നായയിലേക്ക് സന്നിവേശിപ്പിച്ചത്. നായയിൽ തുടങ്ങി നായയിൽ അവസാനിക്കുന്നു, അല്ലെങ്കിൽ ശ്വാനനിൽ തുടങ്ങി ശ്വാനനിൽ അവസാനിക്കുകയാണ് മഹാഭാരതം എന്ന് നമുക്ക് പറയാം. അപ്പോഴാണ് നമ്മൾ ശ്വാനൻ എന്ന വാക്കിന്റെ നിരുക്തം, ആ വാക്ക് എങ്ങനെയാണ് രൂപം കൊണ്ടത് എന്നതിനെ കുറിച്ചിട്ട് നമ്മൾ അന്വേഷിച്ചു പോകുമ്പോൾ ശ്വാനൻ അഥവാ നായ ധർമ്മദേവൻ തന്നെയായിരുന്നു എന്നാണല്ലോ മഹാഭാരതത്തിന്റെ അവസാന ഭാഗത്ത് സമർത്ഥിക്കുന്നത്.
ഈ ധർമ്മദേവൻ എന്ന വാക്ക് പലപ്പോഴും മഹാഭാരതത്തിൽ വ്യാസനുമായി ബന്ധപ്പെട്ടാണ് കാണുന്നത്. ധർമ്മം എന്നുള്ള, ഇപ്പം വിതുരര് ധർമ്മദേവൻ, ധർമ്മപുത്രനാണ്. വിതുരരും വ്യാസന്റെ മകനാണല്ലോ. വിതുരരെ കുറിച്ച് പറയുമ്പോൾ ധർമ്മദേവൻ തന്നെ ജന്മമെടുത്തു വന്നതാണ് വിതുരര്. അതിനൊരു കഥയും വേറെ പറയും. അണിമാണ്ഡവിന്റെ കഥ വേറത്തെ പറയും. വേദവ്യാസ പുത്രനായിരുന്ന വിതുരരെ ധർമ്മദേവൻ എന്ന് വിശേഷിപ്പിക്കുകയും അദ്ദേഹത്തിന്റെ പുത്രനായിരുന്നു യുധിഷ്ഠിരൻ എന്ന് സ്ഥാപിക്കുകയും ചെയ്യുന്നുണ്ട് മഹാപ്രസ്ഥാനീയ പർവ്വത്തിന്റെ അവസാന ഭാഗത്ത്. അപ്പൊ വേദവ്യാസന്റെ പുത്രൻ അതിന്റെ പുത്രനും ധർമ്മദേവനാണ്, അല്ലെങ്കിൽ ധർമ്മദേവന്റെ പുത്രൻ തന്നെയാണ്, ധർമ്മം തന്നെയാണ് വിതുരര്. അങ്ങനെ ധർമ്മദേവൻ പുത്രനായിട്ട് വരാനുള്ള കാരണം എന്താണ്? അണിമാണ്ഡവ്യന്റെ ശിക്ഷയായിട്ട് ബന്ധപ്പെടുത്തിയ കഥ പറയുന്നുണ്ട്. ഏറ്റവും അവസാന ഭാഗത്ത് വ്യാസൻ കൂട്ടിച്ചേർത്ത് പറയുന്ന 4 ശ്ലോകങ്ങളിലും ഇരു കരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തി ധർമ്മത്തിന് വേണ്ടി വിളിച്ചു കേഴുന്നത് ആരാണ്? കവിയായ വേദവ്യാസനാണ്. ആരും തന്നെ ശ്രദ്ധിക്കുന്നില്ലല്ലോ, ധർമ്മത്തിന് വേണ്ടി താൻ വിളിച്ചു കേഴുന്നത് ആരും പരിഗണിക്കുന്നില്ലല്ലോ എന്നാണ് വ്യാസൻ അവിടെ വ്യാകുലപ്പെടുന്നത്. എന്തുകൊണ്ട് നായയിൽ തുടങ്ങി നായയിൽ അവസാനിക്കുന്നു എന്ന ചോദ്യം വീണ്ടും നമ്മൾ അന്വേഷിച്ച് നമ്മളെ വീണ്ടും അലോസരപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നായ അഥവാ ശ്വാനൻ എന്ന സംസ്കൃത പദത്തിന് അമരകോശം നൽകുന്ന നിർവചനം കൂടി ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും. ശ്വാനൻ വെറും ശ്വാനനല്ല. ശ്വാനൻ സമൂഹത്തിലെ ചില പ്രത്യേകമായിട്ടുള്ള സ്വഭാവവിശേഷങ്ങളോട് കൂടിയൊരു ജീവിയാണ്. മനുഷ്യൻ ഏറ്റവും ആദ്യമായിട്ട് കാട്ടിൽ നിന്ന് സുഹൃത്താക്കി കൂട്ടിക്കൊണ്ടുവന്ന ജീവിയാണ് നായ. വേട്ടയാടി ജീവിക്കാൻ തുടങ്ങുന്ന കാലത്ത് തന്നെ മറ്റു ജീവികൾ ഒന്നും ഇണങ്ങുന്നതിന്റെ മുമ്പ് ആദ്യമായിട്ട് കാട്ടിലെ ഒരു ജീവി മനുഷ്യന്റെ ഉത്തമ സുഹൃത്തായിട്ട് മാറുന്നത് ഈ നായയാണ്. അപ്പൊ നായ എല്ലാ സമയത്തും മനുഷ്യന്റെ കൂടെ തന്നെ ഉണ്ടെന്നർത്ഥം. മനുഷ്യന്റെ ധാർമ്മികമായിട്ടുള്ള വ്യാപാരങ്ങളിലും അധാർമികമായിട്ടുള്ള വ്യാപാരങ്ങളിലും ഒക്കെ തന്നെ നായ മനുഷ്യന്റെ കൂടെ ഉണ്ട്. വേട്ടയാടാൻ പോകുന്ന സമയത്ത് നായ മനുഷ്യന്റെ കൂടെയുണ്ട്. കൊല്ലാനും മുന്നറിയിപ്പ് കൊടുക്കാനും ഒക്കെ നായ മനുഷ്യന്റെ കൂടെ തന്നെ ഉണ്ട്. അപ്പൊ നായ മഹാഭാരതത്തിന്റെ ആദ്യത്തിലും അവസാനം വരുന്നതിൽ ഒരു യുക്തിയുണ്ട്, ഒരു കാവ്യയുക്തി ഉണ്ട് എന്നർത്ഥം. അവിടെയാണ് സംസ്കൃതം എന്ന ശ്വാനൻ എന്ന സംസ്കൃത പദത്തിന് അമരകോശം നൽകുന്ന നിരുക്തത്തെ കുറിച്ച് ഞാൻ പറഞ്ഞത്. ശുനഗോ ഭഷക ശ്വാസ്യാദളർക്കസ്തു സയോഗ്യത ശ്വാവിശ്യക ദുർമൃഗയാകുശല സരമാ ശുനി, ഇങ്ങനെയൊക്കെയാണ് അർത്ഥം പറഞ്ഞത്. എല്ലായ്പ്പോഴും ഓടി നടക്കുന്നവൻ ഭക്ഷകനാണ്. ഭക്ഷകൻ എന്ന് പറഞ്ഞാൽ അഥവാ കള്ളന്മാരും മറ്റും വരുമ്പോൾ കുരച്ച് ശബ്ദമുണ്ടാക്കി ഗൃഹസ്വാമിക്ക് മുന്നറിയിപ്പ് കൊടുക്കുന്നവൻ. എല്ലാ സമയത്തും ഓടി നടക്കും. ഒരു നിമിഷം പോലും വിശ്രമിക്കാനിടയില്ലാതെ ഓടിക്കൊണ്ടേയിരിക്കാം. തന്നെ എപ്പോഴും മുന്നറിയിപ്പ് കൊടുക്കുക. അതായത് കള്ളന്മാർ വരാൻ ഇടയുണ്ട്, അവർ ഇവിടെ എത്തിയിരിക്കുന്നു, അവർ പുറത്തുണ്ട് എന്ന് തൻ്റെ യജമാനന് എല്ലായ്പ്പോഴും മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ടിരിക്കാം. ഭഷ പൈശുന്യേ അഥവാ ഏഷണിക്കാരൻ എന്ന് സർവ്വരാലും അധിക്ഷേപിക്കപ്പെടുന്നവൻ എന്ന് വെച്ചാൽ സ്വൈര്യം ഇവൻ തരില്ല. രാത്രി കിടന്നുറങ്ങാൻ സമ്മതിക്കില്ല, എപ്പോഴും ശല്യപ്പെടുത്തിക്കൊണ്ടിരിക്കും. ഇവൻ കാണുന്ന കാഴ്ചകളാവട്ടെ മറ്റാരും കാണുകയുമില്ല. ശ്വാനൻ കാണുന്ന ശത്രുവിനെ യജമാനൻ കാണുകയില്ല, തൊട്ടടുത്ത വീട്ടുകാരും കാണുകയില്ല. ശ്വാനൻ കാണുന്ന മൃഗത്തെ, രാത്രി അതിക്രമിച്ചു കിടക്കുന്ന ജന്തുക്കളെ, ജീവികളെ, ശത്രുക്കളെ, കള്ളന്മാരെ യജമാനൻ കാണുകയില്ല. യജമാനന്റെ കണ്ണിന് അത്രയും കാഴ്ചയില്ല. ശ്വാനന്റെ കാഴ്ചശക്തിയും മനുഷ്യനെ അപേക്ഷിച്ചിട്ട് ആഴത്തിലുള്ളതാണ്. അത് ഇരുട്ടിനെ പോലും തുളച്ചു ചെല്ലുന്നവനാണ്. അത് ഋഷിയുടെ കാഴ്ചശക്തിയാണ്. കടന്നു കാണുന്നവനാണ് ഋഷി എന്ന് പറഞ്ഞതുപോലെ തന്നെ കടന്നു കാണുന്നവനാണ് ശ്വാനൻ എന്നർത്ഥം. ഋഷിയല്ലാത്തവൻ കവിയല്ല എന്ന് സാധാരണ പറയാറുണ്ട് സംസ്കൃതത്തിൽ കവിയെക്കുറിച്ച് പറയുന്ന സമയത്ത്. അതേപോലെ തന്നെ ഋഷിയാവുക എന്ന് പറഞ്ഞാൽ ശ്വാനനാവുക എന്നുകൂടിയാണ് പലതരത്തിലും അർത്ഥം. അളർക്കഹ എന്നാൽ ധാരാളം സ്തുതിക്കപ്പെടുന്നവൻ എന്നും അർത്ഥമുണ്ട്. അത് യജമാനനിൽ നിന്ന് കിട്ടുന്ന സ്തുതിയാവാം. വിപരീത ലക്ഷണയാൽ ധാരാളം നിന്ദിക്കപ്പെടുന്നവനെന്നും ഈ പദത്തിന് അർത്ഥമുണ്ട്. കാരണം ശത്രുക്കളെ കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുന്നത് കൊണ്ട് ശത്രുക്കളിൽ നിന്നുള്ള നിന്ദ എല്ലായ്പ്പോഴും ഏറ്റുവാങ്ങേണ്ടി വരുന്നത് ഈ ശ്വാനനായിരിക്കും. യോഗ്യത എന്നാൽ ഭ്രാന്ത് പിടിപ്പാനുള്ള കാരണക്കാരനാണ്. മറ്റുള്ളവർക്ക് ഭ്രാന്ത് പിടിക്കാൻ ചിലപ്പോൾ കാരണക്കാരനായി മാറുന്നതും ഈ നായായിരിക്കും, ശുനകനായിരിക്കും. സകല മൃഗസമൂഹങ്ങളെയും ഓടിക്കുന്നവനാണ് ശ്വാനൻ. വിശ്വക ദുർമൃഗയാകുശല, മൃഗയാകുശലനാണ്, നായാട്ടിൽ കുശലനാണ്, മറ്റു മൃഗങ്ങളെ ഓടിക്കുന്നവനാണ്, മനുഷ്യന്റെ ഏറ്റവും ആദ്യം സുഹൃത്തായവനാണ്. ഇങ്ങനെ
ശ്വാനൻ എന്ന വാക്കിന് ഈ തരത്തിൽ എല്ലായ്പ്പോഴും മൂടിക്കൊണ്ട് നടക്കുന്നവൻ, അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുന്നവൻ, ആരും കാണാത്ത, യജമാനൻ കാണാത്ത കാഴ്ചകളെ കണ്ട് അത് യജമാനന് പറഞ്ഞു കൊടുക്കുന്നവൻ, ഇങ്ങനെ കുറേ അർത്ഥമുണ്ട്. ഇതൊക്കെ തന്നെ സമൂഹത്തിലെ കവി എന്ന് വിശാലമായ അർത്ഥത്തിൽ പറഞ്ഞാൽ, അല്ലെങ്കിൽ കലാകാരന്മാർക്ക്, സാഹിത്യകാരന്മാർക്ക് അവർക്കും കൂടെ ചേരുന്ന ഒരു പേരാണെന്ന് തോന്നുന്നു ഈ ശ്വാനൻ എന്ന നിർവചനം അമരകോശം നൽകുന്നത്. സകല മൃഗസമൂഹങ്ങളെയും ഓടിക്കുന്നവനാണ് ശ്വാനൻ. ഇത് നായാട്ട് നായയുടെ പേരുമാണ്. അപകടത്തെക്കുറിച്ച് അഥവാ ധർമ്മത്തെക്കുറിച്ച് യജമാനന് മുന്നറിയിപ്പ് കൊടുത്തുകൊണ്ട് ഓടി നടക്കുന്നവനാണ് ശ്വാനൻ എന്നർത്ഥം. ഇതാണ് ധർമ്മമെന്നും ഇതാണ് അധർമ്മമെന്നും നിരന്തരമായിട്ട് മുന്നറിയിപ്പ് കൊടുത്ത് ഓടി നടക്കുകയാണ് ശ്വാനന്റെയും ലക്ഷണം, അല്ലെങ്കിൽ ശ്വാനന്റെയും ധർമ്മം. മറ്റൊരു തരത്തിൽ പറഞ്ഞാൽ, ഇരുകരങ്ങളും ആകാശത്തേക്ക് ഉയർത്തി ധർമ്മത്തിനു വേണ്ടി വിളിച്ചു കേടുന്ന വേദവ്യാസൻ എന്ന കവിയും, യജമാനനെ സംരക്ഷിക്കുന്നതിനും അപകടങ്ങളെക്കുറിച്ച് മുന്നറിയിപ്പ് കൊടുക്കുന്നതിനു വേണ്ടി നിർത്താതെ കുരച്ചും ഓടിയും ജീവിതം കഴിക്കുന്ന ശ്വാനനും ഒരേ സത്തയുടെ രണ്ട് പ്രകാശനങ്ങളാണ് എന്ന് തോന്നുന്നു. ഒരേ കാര്യമാണ് ഇവർ രണ്ടുപേരും ചെയ്യാൻ ശ്രമിക്കുന്നത്. ആരാണോ തൻ്റെ യജമാനൻ, അവരുടെ സ്വസ്ഥമായ ജീവിതമാണ് രണ്ടു കൂട്ടരുടെയും ലക്ഷ്യം. വേദവ്യാസൻ എന്ന കവിയുടെ അഥവാ സമൂഹത്തിൽ ധർമ്മം പുലർന്നു കാണണമെന്ന ആഗ്രഹത്താൽ നിരന്തരം പാടിയും പറഞ്ഞും കലഹിച്ചും അഭിനയിച്ചും വരച്ചും നിർമ്മിച്ചുമൊക്കെ ജീവിതം കഴിക്കുന്ന മുഴുവൻ എഴുത്തുകാരുടെയും കലാകാരരുടെയും ഒക്കെ ബിംബരൂപമാണ് മഹാഭാരതത്തിലെ നായ എന്ന് കരുതാം. അങ്ങനെ പറയുന്നതിൽ യുക്തിയുണ്ട് എന്ന് തോന്നുന്നു. അപ്പൊ നായയിൽ തുടങ്ങി നായയിൽ അവസാനിക്കുന്ന ഈ കഥ വ്യാസനിൽ തുടങ്ങി വ്യാസനിൽ അവസാനിക്കുന്നു എന്നോ, കവികളിൽ അഥവാ സംസ്കാരത്തിൽ തുടങ്ങി സംസ്കാരത്തിൽ അവസാനിക്കുന്നു എന്നോ ഒക്കെ കരുതുന്നതിൽ തെറ്റില്ല എന്നർത്ഥം. കാവൽ ഏറ്റെടുത്തിരിക്കുന്ന ശ്വാനൻ ആർക്കു വേണ്ടിയാണ് കുരയ്ക്കുന്നത്, ആർക്കെതിരെയാണ് കുരയ്ക്കുന്നത്, ആർക്കാണ് മുന്നറിയിപ്പ് കൊടുക്കുന്നത് എന്നതൊക്കെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ്. ആരെയാണ് ഈ ശ്വാനൻ രാജാവായിട്ട് സ്വീകരിക്കുന്നത് എന്നത് പ്രധാനപ്പെട്ട കാര്യമാണ്. ഭരതവംശത്തിന്റെ കഥ പറയാനും പാണ്ഡവരെ പ്രകീർത്തിക്കാനും അവർ ധർമ്മപക്ഷമാണ് എന്ന് സ്ഥാപിക്കാനുമാണ് വ്യാസൻ മഹാഭാരത കഥ പറഞ്ഞു തുടങ്ങിയത്. അങ്ങനെയാണ് അതിൻ്റെ ആദ്യത്തെ ശ്ലോകം മുതൽക്ക് നമ്മളോട് ലക്ഷ്യമായിട്ട് പറഞ്ഞത്. പക്ഷേ അവിടെയല്ല കഥ അവസാനിക്കുന്നത്. ഒരു പക്ഷവും ധർമ്മപക്ഷമായിരുന്നില്ല, അധികാരവും ധർമ്മവും ഒരുമിച്ച് പോവുകയില്ല എന്നും, യുദ്ധത്തിൽ തോൽക്കുന്നവരും ജയിക്കുന്നവരും ഇല്ല എന്നും, എല്ലാ രാജാക്കന്മാരും നരകം കാണുക തന്നെ ചെയ്യും എന്നുമൊക്കെയാണ് മഹാഭാരതത്തിൽ സ്ഥാപിക്കപ്പെടുന്നത്. പ്രത്യേകിച്ചും കുരുക്ഷേത്ര യുദ്ധം കഴിഞ്ഞതിന് ശേഷമുള്ള ശാന്തിപർവത്തിലും അനുശാസന പർവത്തിലും ഒക്കെ സ്ഥാപിക്കപ്പെടുന്നത് അതാണ്. ഭരണാധികാരികൾക്ക് വേണ്ടി ജനങ്ങളെ ഭയപ്പെടുത്തുന്ന ശ്വാനനെ അഥവാ എഴുത്തുകാരെയും കലാകാരരെയും ധർമ്മത്തിന്റെ ശ്വാനൻ എന്ന് വിളിക്കാൻ പുതിയ കാലത്തെ ജനാധിപത്യ ബോധം സമ്മതിക്കും എന്ന് തോന്നുന്നില്ല. അപ്പൊ ജനങ്ങളെ യജമാനനായി സ്വീകരിക്കുകയും ഭരണകൂടങ്ങളുടെ എല്ലാത്തരം തിന്മകൾക്കും അധർമ്മത്തിനുമെതിരെ ജനങ്ങൾക്ക് മുന്നറിയിപ്പ് കൊടുക്കുകയും ചെയ്തുകൊണ്ട് വ്യാസന്റെ പിന്തുടർച്ചക്കാരായ നായ്ക്കുലം ഇന്നും കുരയ്ക്കുന്നുണ്ട് എന്ന് നമുക്ക് പറയാൻ കഴിയും. ഊർധ്വബാഹുർ വിരൗമ്യ ഏഷ ന കശ്ചിത് ശൃണോതിമേ. ഇരുകരങ്ങളും ആകാശത്തിലേക്ക് ഉയർത്തി ഞാനിതാ വിളിച്ചു പറഞ്ഞുകൊണ്ടിരിക്കുന്നു, പക്ഷെ ആരും എന്നെ കേൾക്കുന്നില്ലല്ലോ എന്ന് ഈ കലാകാരരുടെ സംഘം, സംസ്കാരത്തിന്റെ വാഹകരായിരിക്കുന്ന എഴുത്തുകാരുടെ, ചിത്രം വരയ്ക്കുന്നവരുടെ, അഭിനയിക്കുന്നവരുടെ, പാട്ടുപാടുന്നവരുടെ, കവിതയും കഥയും എഴുതുന്നവരുടെ ഒക്കെ സംഘം നിരന്തരം പരിഭവം പറഞ്ഞുകൊണ്ടും ഇരിക്കും. ഈ പരിഭവത്തിനും അവസാനമില്ല എന്നർത്ഥം. ഞാൻ ഇത്രയൊക്കെ പറഞ്ഞിട്ടും സമൂഹം മാറുന്നില്ലല്ലോ എന്ന് എല്ലാ കാലത്തും ഈ എഴുത്തുകാരുടെയും കലാകാരരുടെയും ഒക്കെ പരിഭവമാണ്. എന്ന് പറഞ്ഞാൽ ഈ ആവർത്തിച്ച് നമ്മൾ മഹാഭാരതത്തിന്റെ അവസാന പാഠത്തിലെത്തുന്ന സമയത്ത് ആവർത്തിച്ച് ഉറപ്പിക്കേണ്ട കാര്യം, ഇത് കഴിഞ്ഞുപോയ രാജവംശത്തിന്റെ കഥ പറയുകയായിരുന്നില്ല. ഈ 18 പർവ്വങ്ങളിലൂടെ നിരവധി പതിനായിരക്കണക്കിന് ശ്ലോകങ്ങളിലൂടെ, ലക്ഷത്തിലേറെ ശ്ലോകങ്ങളിലൂടെ കഴിഞ്ഞുപോയ ഒരു രാജവംശത്തിന്റെ അല്ലെങ്കിൽ കുറെ രാജവംശങ്ങളുടെ കഥ വസ്തുതാപരമായിട്ട്
പറയുകയായിരുന്നില്ല. അതിലെ കഥാപാത്രങ്ങളൊക്കെ അതേപോലെ ജീവിച്ച് മരിച്ചുപോയ അല്ല, മറിച്ച് സമൂഹത്തെ, നിലനിൽക്കുന്ന സമൂഹത്തെ മാറ്റി തീർക്കുന്നതിന് വേണ്ടി, അവരുടെ നിലവിലുള്ള ചര്യകളെ കുറച്ചുകൂടെ ധർമ്മവ്യവസ്ഥയ്ക്ക് അനുസരിച്ചാക്കുന്നതിന് വേണ്ടി, അവരുടെ മുന്നോട്ടുള്ള പ്രയാണത്തെ കുറച്ചുകൂടെ സംസ്കാരപൂർവമാക്കുന്നതിന് വേണ്ടി, നീതിയുക്തമാക്കുന്നതിന് വേണ്ടി, മൂല്യബോധത്തോടു കൂടിയുള്ളതാക്കുന്നതിന് വേണ്ടിയും ചില മാതൃകകൾ മുന്നിൽ വെക്കുകയാണ് ചെയ്യുന്നത്. ആ മാതൃകകൾ പറയാൻ വേണ്ടി സൃഷ്ടിക്കപ്പെട്ട കഥാപാത്രങ്ങളാണ് ഇതിലെ ഓരോ കഥാപാത്രവും. അതുകൊണ്ട് ഇതിൽ പറയാൻ ശ്രമിക്കുന്ന ഉപദേശങ്ങളെയാണ് പിന്തുടരേണ്ടത്. നമ്മൾ സ്വീകരിക്കുക വേണ്ടെന്നുള്ളതല്ല. നമുക്ക് എല്ലാ കാലത്തും എല്ലാ ഉപദേശങ്ങളും സ്വീകരിക്കാൻ പറ്റിക്കൊള്ളണമെന്നില്ല. 2000 വർഷങ്ങൾക്ക് മുമ്പോ 2500 വർഷങ്ങൾക്ക് മുമ്പോ ഒരു സമൂഹത്തിൽ ഉണ്ടായി വന്ന ഉപദേശങ്ങൾ ഈ പുതിയ കാലത്ത് നമുക്ക് സ്വീകരിക്കാൻ പറ്റിക്കൊള്ളണം എന്നില്ല. പക്ഷെ പരിശോധിക്കേണ്ടതും നിരൂപണം ചെയ്യേണ്ടതും എന്തിനെയാണ്? കഥാപാത്രങ്ങളുടെ ജീവിതത്തെയും അവർക്ക് ഇത്ര കൈയുണ്ടായിരുന്നോ, ഇത്ര കാലുണ്ടായിരുന്നോ, അവരെവിടെ ജനിച്ചു എന്നതിനെ കുറിച്ചല്ല, അവരുടെ ചെയ്തികളെയാണ്. കാരണം ആ ചെയ്തികളെയാണ് ധർമ്മവ്യവസ്ഥയുമായിട്ട് ബന്ധപ്പെടുത്താൻ വേണ്ടി കവി ശ്രമിച്ചത്. നിലവിലുള്ള ധർമ്മവ്യവസ്ഥയുടെ അല്ലെങ്കിൽ വരാനിരിക്കുന്ന ധർമ്മവ്യവസ്ഥയുടെ ബിംബങ്ങളായിട്ട്, രൂപകങ്ങളായിട്ട് ഈ കഥാപാത്രങ്ങളെ അല്ല ഘടിപ്പിച്ചത്, അവരുടെ ചെയ്തികളെയാണ് ഘടിപ്പിച്ചത്. അങ്ങനെയാണ് ആളുകളെ പരിവർത്തിപ്പിക്കാൻ, സമൂഹത്തെ പരിവർത്തിപ്പിക്കാൻ വേണ്ടി ശ്രമിച്ചത്. ആ അർത്ഥത്തിൽ വേണം മഹാഭാരതത്തെ നോക്കിക്കാണാൻ എന്നാണ് ഈ 18 പർവ്വം പൂർത്തീകരിക്കുന്ന, ഈ കഥ പറഞ്ഞ് പൂർത്തീകരിക്കുന്ന സമയത്ത് ഒറ്റ വാചകത്തിൽ പറയാൻ തോന്നുന്ന ഒരു കാര്യം. അതിന് അവസാനത്തെ സ്വർഗാരോഹണ പർവ്വത്തിൽ തന്നെ ഇത് രൂപകമാണ് എന്ന് സ്ഥാപിക്കുന്ന വേറെ ഒരു ഉദാഹരണം കൂടെ ഞാൻ പറഞ്ഞു. കാരണം ഇവരൊക്കെ വേറെ സ്ഥലത്ത് നിന്ന് വന്നവരാണ്. സ്വർഗത്തിലുള്ള മനുഷ്യന്മാർ അല്ലെങ്കിൽ സ്വർഗത്തിലുള്ള ദേവന്മാര് ഒരു കഥാപാത്രം അരങ്ങിലെത്തുന്ന സമയത്ത് വേറെ ഒരു വേഷം ധരിക്കുന്നത് പോലെ ഭൂമിയിൽ വന്ന് ഭീമനായിട്ടും അർജുനനായിട്ടും നകുലനായിട്ടും സഹദേവനായിട്ടും കൃഷ്ണനായിട്ടും ദുര്യോധനായിട്ടും ഒക്കെ നിൽക്കുകയും അപ്പുറം ഇപ്പുറം നിന്ന് പോരടിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ അവരൊരു വേഷം എടുക്കുക മാത്രമാണ് ചെയ്യുന്നത്. ശകുനി എന്ന് പറയുന്ന ഈ എല്ലാ കുരുക്ഷേത്ര യുദ്ധമടക്കമുള്ള എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയ ശകുനി ദ്വാപരൻ തന്നെയാണ്, ദ്വാപര യുഗത്തിന്റെ നാഥനായിരിക്കുന്ന മഹാവിഷ്ണു തന്നെയാണ് എന്ന് പറയുമ്പോൾ ഇവരൊന്നും തന്നെ യഥാർത്ഥത്തിൽ ഇങ്ങനെയുള്ളവരല്ല, ഇവർ രൂപകങ്ങളാണ് എന്ന് കൃത്യമായിട്ട് അടയാളപ്പെടുത്തുകയും ചെയ്യുന്നുണ്ട്. അപ്പൊ ഈ മഹാഭാരതം എന്ന് പറയുന്നത് രൂപകങ്ങളുടെ, ബിംബങ്ങളുടെ ഭാഷയിൽ ആയിരക്കണക്കിന് ബിംബങ്ങളെ ദളങ്ങൾക്ക് മേൽ ദളങ്ങൾ എന്നതുപോലെ വെച്ച് കെട്ടിപ്പടുത്ത് ഉണ്ടാക്കിയ ഒരു വലിയ പൂന്തോട്ടം പോലെയുള്ള ഒരു കൃതിയാണ്. അതിൻ്റെ നിലനിൽപ്പിന് അത് ലക്ഷ്യമാക്കുന്നത് അല്ലെങ്കിൽ അത് പറയാൻ ശ്രമിക്കുന്നത് ചില മൂല്യബോധങ്ങളെയാണ്. ആ മൂല്യബോധങ്ങൾ എല്ലാ കാലത്തേക്കുമുള്ള മൂല്യബോധങ്ങളല്ല. സനാതനം എന്ന് പറയാവുന്ന ഒരു ധർമ്മവും നമുക്ക് പറയാൻ പറ്റില്ല. 500 കൊല്ലം മുമ്പുള്ള മനുഷ്യന്റെ എല്ലാ ചെയ്തികളും ഇന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് നമുക്ക് പിന്തുടരാൻ പറ്റാത്തതായിട്ട് മാറുന്നുണ്ട്. പക്ഷെ എന്തായിരുന്നു മൂല്യങ്ങളെന്നും അത് ഏത് തരത്തിലാണ് മാറിയെന്നും പരിശോധിക്കുന്ന സമയത്ത് നമ്മൾ പരിശോധിക്കേണ്ടത് ഉപദേശങ്ങളെയാണ്, കഥാപാത്രങ്ങളെ അല്ല എന്നർത്ഥം. അപ്പൊ നമ്മൾ മഹാഭാരത കഥ 18 പർവ്വം പറഞ്ഞു കഴിഞ്ഞു. ഇനി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ പറഞ്ഞ കഥയെ ഒറ്റ നോട്ടത്തിൽ ഒരു വിഹക വീക്ഷണം എന്നൊക്കെ പറഞ്ഞാൽ ഒരു 1 ലൈൻ എന്ന് പറഞ്ഞാൽ നമുക്ക് കാണാൻ പറ്റും. കാരണം കഥ പറഞ്ഞ ആദ്യം തുടങ്ങിയപ്പം എന്താണ് സംഭവിക്കുക എന്നുള്ളത് നമുക്ക് അറിയില്ലല്ലോ. ആദ്യം ശൗനകന്റെ യാഗം നടക്കുന്ന സ്ഥലത്ത് വെച്ചിട്ട് ഉഗ്രശ്രവസ് ഈ കഥ പറഞ്ഞു തുടങ്ങുമ്പോൾ, ശരമ എന്ന പട്ടിയുടെ കഥ പറഞ്ഞു തുടങ്ങുന്ന സമയത്ത് പിന്നെ എന്തൊക്കെയാ സംഭവിക്കാൻ പോകുമെന്ന് നമുക്കറിയില്ല. ഇപ്പൊ 4 വർഷത്തോളം നമ്മൾ ഈ കഥയിലൂടെ സഞ്ചരിച്ച് മഹാഭാരതത്തിന്റെ ഓരോ 18 പർവ്വങ്ങളിലൂടെയും സഞ്ചരിച്ച് അതിന്റെ തായ്തടിയായിട്ടുള്ള പാണ്ഡവരുടെയും കൗരവരുടെയും അവരുടെ വംശത്തിന്റെ കഥയും അവരെ ഉപദേശിക്കുന്നതിന് വേണ്ടി, അവരകപ്പെടുന്ന സങ്കടങ്ങൾക്ക് പരിഹാരം ഉണ്ടാക്കുന്നതിന് വേണ്ടി പല മഹർഷിമാരും പറഞ്ഞു കൊടുത്ത പലതരത്തിലുള്ള ഉപദേശ കഥകളും ഇതൊക്കെ ഇതിന്റെ ഈ ശരീരത്തിന്റെ ഭാഗമായിട്ട് വരികയും ഈ കഥാലോകത്തിന്റെ ഭാഗമായിട്ട് വരികയും അതൊക്കെ കഴിഞ്ഞ ഒരു ബിന്ദുവിലാണ് ഇപ്പൊ നമ്മൾ നിൽക്കുന്നത്. അപ്പൊ പിറകോട്ട് നോക്കിയിട്ട് ഈ മഹാഭാരതത്തിൽ പറഞ്ഞ ഈ കഥയെ ഒന്നുകൂടി ഒരു വിഹക വീക്ഷണം, ആകാശത്തുനിന്ന് താഴോട്ട് നോക്കുന്ന ഒരു പക്ഷിയുടെ കണ്ണോട് കൂടിയിട്ട് നമുക്ക് ഈ കഥകളെ ഒന്നുകൂടെ പെട്ടെന്ന് ഓടിച്ച് നോക്കിപ്പോവാൻ സാധിക്കും എന്ന് തോന്നുന്നു. ഞാൻ നേരത്തെ മുമ്പ് പറഞ്ഞ പോലത്തെ ലോമഹർഷപുത്രനായിട്ടുള്ള ഉഗ്രശ്രവസ് കഥ പറയുന്നത്. നൈമിഷം എന്നു പേരുള്ള ആരണ്യത്തിൽ
12 വർഷത്തിൽ ഒരിക്കൽ ഒരു യജ്ഞം നടക്കുക പതിവുണ്ട്. അവിടെ കൂടിയിരിക്കുന്ന ബ്രാഹ്മണന്മാർക്കും മഹർഷിമാർക്കും ഒക്കെ മുന്നിലാണ് സൂതനായ ഉഗ്രശ്രവസ് കഥ പറയുന്നത്. പാണ്ഡവരുടെ പൗത്രൻ പരീക്ഷിത്തിന്റെ പുത്രനായിരുന്നു ഒന്ന് ജനമേജൻ എന്ന് പറയുന്ന ഒരു രാജാവ് ഉണ്ടായിരുന്നു. ആ രാജാവിന്റെ യജ്ഞവേദിയിൽ വെച്ച് നേരത്തെ ഒരു യാഗം നടന്നു. അതൊരു സർപ്പസത്രമായിരുന്നു. സർപ്പങ്ങളെയൊക്കെ കൊല്ലാനുള്ള, നാഗങ്ങളെയൊക്കെ വംശം നശിപ്പിക്കാനുള്ളൊരു യജ്ഞം. അവിടെ യജ്ഞം നടക്കുന്നതിന്റെ ഇടയിൽ ഒരാൾ വേറൊരു കഥ പറഞ്ഞു. വേദവ്യാസന്റെ ശിഷ്യൻ വൈശമ്പായനൻ ഒരു കഥ പറഞ്ഞു. വേദവ്യാസൻ സൃഷ്ടിച്ച ഒരു കഥയാണ് അദ്ദേഹം പറഞ്ഞത്. വ്യാസൻ വൈശമ്പായനെയൊക്കെ പഠിപ്പിച്ച കഥയാണ് വൈശമ്പായൻ ആ യജ്ഞവേദിയിൽ പറിച്ച് പറഞ്ഞത്. അവിടെ ജനമേജയന്റെ നാഗയജ്ഞത്തിൽ വെച്ച് വൈശമ്പായനൻ പറഞ്ഞ കഥയാണ് ഇപ്പോ ശൗനകന്റെ ആരണ്യത്തിൽ വെച്ചിട്ട്, ഈ യജ്ഞഭൂമിയിൽ വെച്ചിട്ട് 12 വർഷത്തിൽ ഒരിക്കൽ മാത്രം നടക്കുന്ന ഒരു യജ്ഞസ്ഥലത്ത് വെച്ചിട്ട് ഉഗ്രശ്രവസ് എന്ന് പറയുന്ന സൂതൻ പറയാൻ തുടങ്ങുന്നത്. ആ കഥയാണ് ഉഗ്രശ്രവസ് ഇപ്പൊ നൈമിഷ്യാരണ്യത്തിൽ വെച്ച് കൂടിയിരിക്കുന്ന ഋഷിമാർക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്ന അർത്ഥം. വൈശമ്പായനന്റെ ഗുരുനാഥനും വേദങ്ങളെ 4 പകുത്ത ഋഷിയുമായിരുന്നു വേദവ്യാസ മുനി. അദ്ദേഹമാണ് ഈ കഥ സങ്കല്പിച്ചിരിക്കുന്നത്. കഥ എഴുതിയെടുത്തതാവട്ടെ ഗണനായകനായ ഗണപതിയായിരുന്നു. അതിന്റെ വിശദാംശങ്ങളൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അതിലൊരൊറ്റ കാര്യം നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. മഹാഭാരതം എന്ന കഥ നിരവധി തലമുറകൾ വാമൊഴിയായിട്ട് പറഞ്ഞു നടന്ന കഥയാണ്. മഹാഭാരതവും രാമായണവും ഒക്കെ തന്നെ എഴുതിയെടുക്കുക എന്ന് പറയുന്ന, അല്ലെങ്കിൽ എഴുത്ത് രൂപത്തിലാവുന്നത് ഏറെ കാലത്തിന് ശേഷമാണ്. കഥ നാടാകെ പ്രചരിച്ചു കഴിഞ്ഞതിന് ശേഷം, നിരവധി നൂറ്റാണ്ടുകൾ കഴിഞ്ഞതിന് ശേഷമാണ് അത് ക്രോഡീകരിക്കുക എന്ന ഒരു ദൗത്യം ഏറ്റെടുക്കുന്നത്. അങ്ങനെ ക്രോഡീകരിക്കുന്ന സമയത്ത് ഈ വ്യാപിച്ചു കിടക്കുന്ന പല സമൂഹങ്ങളിൽ പല തരത്തിലായിട്ട് വ്യാപിച്ചു കിടക്കുന്ന കഥയെ ഒരൊറ്റ ടെക്സ്റ്റിലേക്ക്, അല്ലെങ്കിൽ അതുപോലുള്ള നിരവധി ടെക്സ്റ്റുകളിലേക്ക് ക്രോഡീകരിക്കുക എന്ന് പറയുമ്പോഴുള്ള ശ്രമകരമായിട്ടുള്ളൊരു ജോലി ആണ് പിന്നീട് വ്യാസം നടക്കുന്നത്. ആ ജോലി ചെയ്യുന്ന സമയത്തുള്ള ബുദ്ധിമുട്ട് എന്താണ്? ആളുകളുടെ കഥ പറച്ചിൽ അപ്പോഴും തുറന്നുകൊണ്ടിരിക്കും. ഇത് ക്രോഡീകരിക്കാൻ ഒരുപക്ഷെ നൂറ്റാണ്ടുകൾ എടുത്തു കാണും. ചരിത്രകാരന്മാർ തന്നെ പറയുന്നത് ഒരു 700-800 വർഷം കൊണ്ടാണ് ഇത് ക്രോഡീകരിച്ച് പൂർത്തിയായിരുന്നത്. അത്രയും കാലം ഈ കഥ നിശ്ചലമായി നിൽക്കുകയല്ലേ ചെയ്യുന്നത്. കഥ എപ്പോഴും വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ വളരുന്ന കഥ, അതിന്റെ പിന്നാലെ ഓടി നടന്ന് ക്രോഡീകരിക്കുന്ന ആളുകൾ, ഈ ഒരു ദൗത്യമുണ്ടല്ലോ. കഥ നാട്ടുകാർ പറഞ്ഞുകൊണ്ടിരിക്കുകയും അതിനെ ഓടി നടന്ന് അല്ലെങ്കിൽ അത് ക്രോഡീകരിച്ച് എഴുതിയെടുക്കുകയും ചെയ്യുന്ന ഈ ദൗത്യത്തെയാണ് വ്യാസൻ ഗണപതിയും തമ്മിലുള്ള ഒരു കരാറായിട്ട് ഈ കഥയിൽ സങ്കല്പിച്ചിരിക്കുന്നത് അർത്ഥം. അപ്പൊ ജനമേജയന്റെ യജ്ഞവേദിയിൽ വെച്ചിട്ട് വൈശമ്പായൻ പറഞ്ഞ കഥയാണ് പറയുന്നതെങ്കിലും ആ യജ്ഞവേദിയിൽ വെച്ച് നടന്ന മറ്റൊരു സംഭവമാണ് ഉഗ്രശ്രവസ് ആദ്യം പറയുന്നത്. അതാണ് ഈ സരമ എന്ന പട്ടിയുടെ ആട്ടി ഓടിച്ച കഥ. അത് നമ്മൾ നേരത്തെ വിശദീകരിച്ചു കഴിഞ്ഞു. ശ്രുതസേനൻ, ഉഗ്രസേനൻ, ഭീമസേനൻ എന്നീ രാജസഹോദരന്മാരായിരുന്നു സരമ എന്ന പട്ടിയുടെ പുത്രനെ ശിക്ഷിക്കുന്നത്. അതിനാണ് പിന്നെ സരമ രാജാവിനെ ശപിക്കുന്നത്. അപരാധമൊന്നും ചെയ്യാത്ത തന്റെ പുത്രനെ ശിക്ഷിച്ചതിനുള്ള ശിക്ഷയായിട്ട് രാജാവിന് അദൃഷ്ടം ത്വാം ഭയം ആഗമിഷ്യതീതി, അദൃഷ്ടമായിട്ടുള്ള അകാരണമായിട്ടുള്ള ഭയം ജനിക്കട്ടെ എന്നാണ് പട്ടിയുടെ ശാപം. ശ്രുതസ്രവൻ എന്ന ബ്രാഹ്മണന്റെ പുത്രൻ സോമശ്രവൻ എന്ന ബ്രാഹ്മണനാണ് രാജാവിന്റെ ശാപത്തിന് പിന്നീട് പ്രായശ്ചിത്തം ചെയ്യുന്നതും സരമയുടെ ശാപത്തിൽ നിന്ന് രാജാവിന് മോചനം നൽകുന്നു. ആദ്യം പറയുന്നത് എന്താണ്? ഗുരുശിഷ്യ ബന്ധത്തെക്കുറിച്ചുള്ള കഥയാണ് പിന്നീട് പറയുന്നത്. ഈ സരമയുടെ കഥ പറഞ്ഞതിന് ശേഷം പാണ്ഡവരുടെ കുലഗുരുവായിരുന്ന ധൗമ്യൻ എന്ന ഗുരുനാഥനെയും അദ്ദേഹത്തിന്റെ ശിഷ്യന്മാരുടെയും കഥയാണ് പറയുന്നത്. ഉപമന്യു, ആരുണി, വേദൻ എന്നീ ശിഷ്യന്മാരും ധൗമ്യൻ എന്ന ഗുരുനാഥനുമായിട്ടുണ്ടായിരുന്ന ബന്ധമാണ് കഥയിൽ വെളിപ്പെടുന്നത്. ആരുണിയെ കേദാരഖണ്ഡത്തിലേക്ക് പറഞ്ഞയക്കുന്നു. വരമ്പിന് പകരം അയാൾ കുറുകെ കേദാര അല്ലെങ്കിൽ പാടത്ത്, കൃഷി ചെയ്യുന്ന പാടത്ത് കിടക്കുന്നു. രാത്രി ആരുണിയെ തെരഞ്ഞെടുത്ത് കാണുന്നില്ല. ഗുരുനാഥനും ഈശ്വരും കൂടെ വരുമ്പോൾ ആരുണി വരമ്പിന്റെ ചെറിയായിട്ട് കിടക്കുകയാണ്. ആരുണിയെ അനുഗ്രഹിക്കുന്നു ഗുരുനാഥൻ. വേറൊരു ശിഷ്യൻ ഉപമന്യുവാണ്. ഉപമന്യുവിനെ കന്നുകാലികളെ മേയ്ക്കാനാണ് പറഞ്ഞയക്കുന്നത്. കന്നുകാലികളെ മേയ്ക്കുന്നതിനിടയിൽ ഇയാൾ ശരീരം മെച്ചപ്പെട്ടു വരുന്നു. അപ്പോൾ ഇയാൾ പശുവിൻ്റെ അവിടെ പ്രസവിച്ച പശുവിൻ്റെ പാല് കുടിക്കുകയാണെന്ന് രാജാവ് മനസ്സിലാവുന്നു, ഗുരുനാഥന് മനസ്സിലാവുന്നു. പാല് കുടിക്കരുത് എന്ന് വിലക്കുന്നു. ഒലിച്ചു വീഴുന്ന, മുലക്കണ്ണിൽ നിന്ന് ഒഴിച്ചു വീഴുന്ന വെള്ളം പാല് പോലും കുടിക്കരുതെന്ന് പറഞ്ഞ അവസാനം നിവൃത്തിയില്ലാതെ വിശപ്പ് സഹിക്കാൻ പറ്റാതെ എരുക്കിൻ്റെ ഇല കടിച്ച് തിന്ന്
കണ്ണ് കാണാതെ തലകറങ്ങി പൊട്ടക്കണക്കിൽ വീണു പോകുന്ന ഉപമന്യുവിന്റെ കഥ. പിന്നെ അതേപോലെ തന്നെ അത് കഴിഞ്ഞിട്ട് ഉത്തങ്കൻ എന്ന ശിഷ്യന്റെ കഥ പറയുന്നു. വേദന്റെ കഥ പറയുന്നു. വേദന്റെ കഥ പറയുന്ന സമയത്ത് ഗുരുവില്ലാത്ത സമയത്ത് ഗുരുപത്നിയുമായിട്ട് ബന്ധപ്പെട്ട് സന്താനോത്പാദനം നടത്തണം എന്ന് ഗുരുവിന്റെ ആശ്രമത്തിലുള്ള ബാക്കി സ്ത്രീകളൊക്കെ അയാളെ നിർബന്ധിക്കുന്നു. ഗുരു ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ ചെയ്യുന്ന കാര്യങ്ങളൊക്കെ നീ ചെയ്യണമെന്ന് പറയുന്നു. ഇയാൾ അത് അനുസരിക്കുന്നില്ല. അങ്ങനെ ഗുരുവിന്റെ പ്രിയ ശിഷ്യനായിട്ട് മാറുന്ന വേദന്റെ കഥ. അതേപോലെ ഉത്തങ്കന്റെ കഥ തന്റെ ഗുരുദക്ഷിണയായിട്ട് ഗുരുവിന്റെ പത്നി ആവശ്യപ്പെടുന്നത് പൗഷ്യരാജാവിന്റെ ഭാര്യയുടെ പത്നിയുടെ കുണ്ടലങ്ങളാണ്. അത് വാങ്ങിക്കാൻ വേണ്ടി പോകുന്ന ഉത്തങ്കന്റെ കഥ. ആ ഉത്തങ്കൻ പോകുന്ന യാത്രക്ക് ഇടയിലാണ് ഒരു ശ്രമണൻ അല്ലെങ്കിൽ ഒരു ബുദ്ധസന്യാസി വരുന്നത്. ബുദ്ധസന്യാസി അതൊക്കെ സർപ്പമായിട്ട് മാറുന്നുണ്ട്. ആ സർപ്പം പിന്നെ തക്ഷകൻ തന്നെയാണ്. സർപ്പം ഇതിന്റെ ഈ കുണ്ടലങ്ങൾ കൊത്തി എടുക്കാൻ വരുന്ന പൗഷ്യരാജാവിന്റെ പത്നി മുന്നറിയിപ്പ് കൊടുക്കുന്നുണ്ട്. പോകുന്ന പോക്കിൽ ഇയാള് ഈ സർപ്പം കുണ്ടലം എടുത്ത് പോകുന്നു. കുണ്ടലം തേടിയെടുക്കാൻ വേണ്ടി തിരിച്ചു കിട്ടാൻ വേണ്ടി ഉത്തങ്കന്റെ ശ്രമങ്ങൾ. പാതാളത്തിൽ ചെന്ന് നാഗലോകത്തിൽ ചെന്ന് ഉത്തങ്കൻ ഈ സർപ്പത്തിന്റെ അടുത്ത് നിന്ന് ഈ കുണ്ടലങ്ങൾ തിരിച്ചു വാങ്ങിക്കുന്നു. ദേവേന്ദ്രൻ അദ്ദേഹത്തെ സഹായിക്കുന്നുണ്ട്. ഗുരുപത്നിക്ക് കൊടുത്ത് ഗുരുപത്നിയുടെ അനുഗ്രഹവും ഗുരുവിന്റെ അനുഗ്രഹമൊക്കെ വാങ്ങിയതിന് ശേഷവും ഉത്തങ്കന്റെ മനസ്സിൽ നിന്ന് ഈ പക പോകുന്നില്ല. അയാള് രാജാവിന്റെ അടുത്ത് ചെന്ന്, ജനമേജയൻ എന്ന് പറയുന്ന രാജാവിന്റെ അടുത്ത് ചെന്ന് അയാൾ പറയുന്നത്, നിങ്ങളുടെ പിതാവ് പരീക്ഷിത്തിനെ വിഷം തീണ്ടിക്കൊന്ന സർപ്പത്തിനോടുള്ള അല്ലെങ്കിൽ സർപ്പവംശത്തോടുള്ള പ്രതികാരം ഇതുവരെ നിങ്ങൾ വീട്ടിയിട്ടില്ലല്ലോ എന്ന കാര്യം ഓർമ്മിപ്പിക്കുന്നു. തുടർന്നാണ് ഈ പിന്നെ സത്രം ഒക്കെ നടക്കുന്നത്. പരീക്ഷത്തിന് വിഷം തീണ്ടിക്കൊന്ന നാഗങ്ങളോടും തക്ഷകനോടുമുള്ള പ്രതികാരം വീട്ടുന്നതിനെ കുറിച്ച് രാജാവിനെ ഓർമ്മിപ്പിക്കുന്നത് ഈ ഉത്തങ്കനാണ്. ജനമേജയൻ എന്ന രാജാവ് നാഗയജ്ഞം നടത്താനുള്ള ഏർപ്പാടുകളൊക്കെ ചെയ്യുന്നു. ഭൃഗുവംശത്തിന്റെ കഥ പറയാനായിരുന്നു ശൗനകൻ പിന്നീട് ഉഗ്രശ്രവസിനോട് ആവശ്യപ്പെടുന്നത്. ഇപ്പൊ രാക്ഷസന്റെ കാമുകിയെ പ്രണയിച്ച ഒരു മഹർഷിയുടെ കഥയാണ് ഭൃഗു മഹർഷി. പുലോമ എന്ന അദ്ദേഹത്തിന്റെ പത്നിയുടെ പേര് പുലോമ എന്നായിരുന്നു. പുലോമ ആശ്രമത്തിൽ ഒറ്റയ്ക്ക് നിൽക്കുന്ന സമയത്ത് ഒരു രാക്ഷസൻ വരുന്നു. രാക്ഷസന്റെ പേര് പുലോമൻ എന്ന് തന്നെയാണ്. രാക്ഷസൻ ഇവളെ പിടിച്ചുകൊണ്ടുപോകാൻ തുടങ്ങുന്നു. ഭൃഗു മഹർഷിയുടെ പത്നിയെ പിടിച്ചുകൊണ്ടുപോകാൻ തുടങ്ങുന്നു. അപ്പം അതിനൊരു കാരണം ഇദ്ദേഹം പറയുന്നുണ്ട്. പുലോമൻ രാക്ഷസ കുലത്തിൽപ്പെട്ടതാണ്. പുലോമ എന്ന ഈ ഭൃഗു മഹർഷിയുടെ പത്നിയും രാക്ഷസ കുലത്തിൽപ്പെട്ടവളാണ്. ഇവർ തമ്മിൽ പ്രണയത്തിലായിരുന്നു. മാത്രമല്ല ഈ പുലോമയുടെ അച്ഛൻ്റെ അടുത്ത് ചെന്നിട്ട് കാര്യം പറഞ്ഞു, ഞങ്ങൾക്ക് തമ്മിൽ പ്രണയത്തിലാണ് ഞങ്ങൾ, അതുകൊണ്ട് എനിക്ക് ഇവളെ വിവാഹം ചെയ്തു തരണം എന്ന് പറഞ്ഞു. അച്ഛൻ അത് സമ്മതിക്കുകയും ചെയ്തായിരുന്നു. വിവാഹമൊക്കെ ഉറപ്പിച്ചതാണ്. പക്ഷെ കുറച്ച് കഴിഞ്ഞപ്പം ഭൃഗു മഹർഷി ഈ പെൺകുട്ടിയെ വിവാഹത്തിനുള്ള അഭ്യർത്ഥനയുമായിട്ട് ചെന്നപ്പം ഇയാൾ ഒരു ബ്രാഹ്മണനായതുകൊണ്ടും ശ്രേഷ്ഠനായതുകൊണ്ടും ഇയാൾ ശപിക്കുമോ എന്ന് ഭയന്നിട്ടും ഒക്കെ ആയിരിക്കാം, പുലോമനോടുള്ള വാക്ക് കരാറ് ലംഘിച്ചുകൊണ്ട് പുലോമ എന്ന ഈ പെൺകുട്ടിയെ ഭൃഗു മഹർഷിക്ക് വിവാഹം ചെയ്തു കൊടുക്കുകയാണ്. അതിലുള്ള അടങ്ങാത്ത പക ഈ രാക്ഷസനുണ്ട്. രാക്ഷസൻ പിന്നെ സംശയിക്കുന്ന എന്താണ്, തനിക്ക് വാക്ക് തന്ന ഈ പെൺകുട്ടി, വിവാഹം ചെയ്യാമെന്ന് താൻ ആഗ്രഹിച്ച പെൺകുട്ടി, പ്രണയത്തിലായ പെൺകുട്ടി, ഇവിടെ യഥാർത്ഥത്തിൽ വിവാഹം കഴിച്ചത് താനാണോ അല്ലെങ്കിൽ ഈ ഭൃഗു മഹർഷിയാണോ ആദ്യം എന്നുള്ളതാണ്. അപ്പൊ അഗ്നിയോടാണ് ആദ്യമായിട്ട് ചോദിക്കുന്നത്. അപ്പോൾ കർമ്മം ചെയ്തിട്ടില്ല, വിവാഹത്തിന്റെ കർമ്മം ചെയ്തിട്ടില്ല എന്നുള്ളത് കൊണ്ട് ഇയാൾ ഭാര്യയായിട്ടില്ല എന്ന് അഗ്നി പറയുന്നു. എന്നാലും താൻ സ്നേഹിച്ച പെൺകുട്ടിയാണ്, തനിക്ക് വിവാഹം ചെയ്തു തരാമെന്ന് ഇവരുടെ പിതാവ് സമ്മതിച്ചുമാണ്. വാക്ക് ലംഘിച്ചത് പുലോമയുടെ പിതാവാണ് എന്നതുകൊണ്ട് ഇവളെ പിടിച്ചു കൊണ്ടുപോവുകയും ഈ രാക്ഷസനെ പിന്നീട് ഭൃഗു മഹർഷി വന്നിട്ട് കൊല്ലുകയും ഒക്കെ ചെയ്യുന്ന കഥയാണ് ഈ പറഞ്ഞത്. ആ ഭൃഗുവംശത്തിന്റെ കഥ പറയാൻ ആവശ്യപ്പെടുമ്പോൾ അവിടെ പറയുന്നത് രാക്ഷസ വർഗത്തിൽപ്പെട്ട പെൺകുട്ടികളെ ബ്രാഹ്മണൻ വിവാഹം കഴിച്ചിരുന്ന ഒരു പൂർവ്വകാലത്തെക്കുറിച്ച് സൂചന നൽകുന്നുണ്ട്. ഈ കഥയുടെ പ്രത്യേകത അതാണ്. തുടർന്നാണ് കുരുവംശത്തിലെ പരീക്ഷത്തിന്റെ കഥ പറഞ്ഞു തുടങ്ങുന്നത്. പരീക്ഷത്ത് എങ്ങനെയാണ് അയാൾ മരിക്കാനിട കഥയൊക്കെ അവിടെ വരുന്നത്. രാജാവ് കാട്ടിൽ നായാട്ടിന് പോയതായിരുന്നു. അദ്ദേഹം ഒരു മാനിനെ ലക്ഷ്യമാക്കിയിട്ട് അസ്ത്രം അയച്ചു. സാധാരണ ഇദ്ദേഹത്തിന്റെ അസ്ത്രമേറ്റ മാനുകളൊന്നും രക്ഷപ്പെടാറില്ല. പക്ഷെ എന്തുകൊണ്ടോ ആ മാൻ രക്ഷപ്പെട്ടു ഓടി. ഏറെ നേരം രാജാവ് കാട്ടിലൂടെ അലഞ്ഞു തിരിഞ്ഞിട്ട് ഈ ആയുധമേറ്റ മാനിനെ കണ്ടെത്താൻ പോയി. രാജാവിന് കണ്ടെത്താൻ പറ്റിയില്ല. മാത്രമല്ല കൂടെയുള്ള ആളുകളൊക്കെ രാജാവിനെ ഉപേക്ഷിച്ചിട്ട് കാണാതെ സൈന്യമൊക്കെ വേറെ പോയി. രാജാവ് ഒറ്റപ്പെട്ടു. കാട്ടിൽ വിശന്ന് ദാഹിച്ച് വെള്ളം കിട്ടാതെ ഇങ്ങനെ അലയുന്നതിൻ്റെ ഇടക്കാണ് ഒരു മുനി മിണ്ടാണ്ടിരിക്കുന്നത് കണ്ടു. അപ്പം മുനിയുടെ അടുത്ത് രാജാവ് ചോദിച്ചു, ഇതിലെ ഒരു മാൻ ഓടി വന്നോ ചോദിച്ചു. മുനി ഒന്നും മിണ്ടിയില്ല. രാജാവിന് ദേഷ്യം പിടിച്ചു.
രാജാവ് വീണ്ടും പറഞ്ഞു, ഞാനിങ്ങനെ ഹസ്തിനപുരത്തിലെ രാജാവാണ്, എൻ്റെ പേര് പരീക്ഷിത്ത് എന്നാണ്. ഞാൻ വീണ്ടും നിങ്ങളോട് ചോദിക്കുന്നു. ഇതിലെ ഒരു മാൻ, അമ്പേറ്റ ഒരു മാൻ ഓടി വന്നു. മുനിയൊന്നും മിണ്ടില്ല. രാജാവിന് ദേഷ്യം പിടിച്ചു. ബ്രാഹ്മണനാണ്, മുനിയാണ്, ഒന്നും ചെയ്യാനും പറ്റില്ല. അവസാനം രാജാവിന് ചെയ്യാൻ പറ്റുന്നൊരു ദേഷ്യമുണ്ട്, പ്രതികാരം. കൊല്ലാനൊന്നും പറ്റില്ലല്ലോ ബ്രാഹ്മണനെ. ചെയ്യാൻ പറ്റുന്നൊരു പ്രതികാരം, ഒരു ചത്ത പാമ്പ് തൊട്ടപ്പുറത്ത് കിടക്കുന്നുണ്ടായിരുന്നു. അതിനെ എടുത്തുകൊണ്ട് വന്നിട്ട് മുനിയുടെ കഴുത്തിലിട്ടു. മുനി അപ്പോഴും ഒന്നും മിണ്ടില്ല, മിണ്ടാതിരിക്കുകയായിരുന്നു. മുനി മൗനവ്രതത്തിലായിരുന്നു. അതുകൊണ്ടാണ് മുനി മിണ്ടാതിരുന്നത്. കഴുത്തിലിട്ട് കഴിഞ്ഞപ്പോൾ രാജാവിന് വലിയ മനസ്താപമായി. ചെയ്യാൻ പാടില്ലായിരുന്നു എന്നൊക്കെ പറഞ്ഞു തോന്നി. എന്തായാലും അദ്ദേഹം വീട്ടിലേക്ക് തിരിച്ചുപോയി. മുനിയുടെ പുത്രൻ ഈ വിവരം അറിഞ്ഞു. മുനിയുടെ പുത്രനെ ബാക്കി ആൾക്കാരൊക്കെ കളിയാക്കി. നിന്റെ അച്ഛൻ ഒരു ചത്ത പാമ്പിനെയും കഴുത്തിലിട്ട് കാട്ടിൽ തപസ് ചെയ്യുന്നു. ഏത് രാജാവാണ് അത് ചെയ്തിരിക്കുന്നത്? മുനിയുടെ പുത്രൻ മുനിയെപ്പോലെ അത്ര സാത്വികനായിരുന്നില്ല. അയാൾ വന്നിട്ട് രാജാവിനെ ശപിക്കുകയാണ് ചെയ്യുന്നത്. 7-ാം നാൾ തക്ഷകൻ കൊത്തി രാജാവ് മരിക്കുമെന്നായിരുന്നു ശാപം. ഈ ശാപം, പുത്രന്റെ ശാപം ശപിച്ചു കഴിഞ്ഞ ഉടനെ തന്നെ ഈ വിവരം രാജാവിനെ അറിയിക്കുന്നുണ്ട് ഈ മുനി. രാജാവിന് അപകടം പറ്റരുത്, രക്ഷപ്പെടാൻ വല്ല വഴിയില്ലെങ്കിൽ രക്ഷപ്പെട്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അറിയിക്കുന്നുണ്ട്. അപ്പോഴും രാജാവിന് വിഷമമായി. ഇത്രയും നല്ല മനസ്സുള്ള ഒരാളെയാണല്ലോ താൻ ഇങ്ങനെ ചത്ത പാമ്പിനെയൊക്കെ കഴുത്തിലിട്ടിട്ട് ബുദ്ധിമുട്ടിച്ചെന്നുള്ള കാര്യം ഓർത്തിട്ട് രാജാവിനും വിഷമം ഉണ്ടാവുന്നുണ്ട്. അവിടെ അത് കഴിഞ്ഞ് പിന്നെ പറയുന്നത് രുരു എന്ന മഹർഷിയുടെ കഥയാണ്. അവിടെ ആ രാജാവ് പിന്നീട് പരീക്ഷിത്ത് എന്ന് പറയുന്ന രാജാവ് തക്ഷകന്റെ ഈ സർപ്പവിഷത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി ചെയ്ത കാര്യങ്ങളൊക്കെ നമ്മൾ ആദ്യമേ പറഞ്ഞതാണ്. വലിയ ഒരു ആരും പ്രവേശിക്കാനിടയില്ലാത്ത ഉയർന്ന ഒരു സ്തൂപത്തിന് മുകളിൽ ഒരു കൊട്ടാരം ഉണ്ടാക്കി അവിടെ താമസിക്കുകയും നിരവധി ആൾക്കാരെ കാവലിന് ഏൽപ്പിക്കുകയും ഒക്കെ ചെയ്തിട്ടും അവിടേക്ക് തക്ഷകൻ അവിടേക്ക് പ്രവേശിക്കുകയും തക്ഷകന്റെ വിഷം ഇറക്കാൻ വേണ്ടി ഒരു ബ്രാഹ്മണൻ അവിടേക്ക് വരികയും കശ്യപൻ എന്ന് പറയുന്ന ബ്രാഹ്മണൻ വരികയും കശ്യപന് ധാരാളം സമ്പത്തും സ്വർണ്ണമൊക്കെ കൊടുത്ത് തക്ഷകൻ പറഞ്ഞയക്കുകയും രാജാവിനെ രക്ഷപ്പെടുത്തിയാൽ കിട്ടുന്നതിനേക്കാൾ കാശ് കൂടുതൽ നിങ്ങൾക്ക് ഞാൻ തരാമെന്ന് പറഞ്ഞിട്ട് ഈ ബ്രാഹ്മണനെ തിരിച്ചയക്കുകയൊക്കെ ചെയ്യുന്ന കഥ. അങ്ങനെ തക്ഷകൻ കൊത്തി പരീക്ഷിത്ത് രാജാവ് മരിക്കുകയും അങ്ങനെയാണ് ജനമേജയൻ രാജാവ് ആവുകയും ചെയ്യുന്നത്. ആ കഥ അവിടെ പറഞ്ഞതിന് ശേഷം രുരു എന്ന മഹർഷിയുടെ പ്രണയത്തിന്റെ ഒരു കഥയാണ് തുടർന്ന് പറയുന്നത്. പ്രമദ്വര എന്ന് പറയുന്ന ഒരു പെൺകുട്ടി, ആ പെൺകുട്ടിയെ പ്രണയിച്ച രുരു എന്നൊരു പറഞ്ഞൊരു മഹർഷി ഈ പെൺകുട്ടിയുടെ അച്ഛനും അമ്മമാരോടും ചോദിച്ച് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വിവാഹം ചെയ്യാൻ താല്പര്യം പറയുന്നു. അവരത് സമ്മതിക്കുന്നു. പക്ഷെ അതിനിടയ്ക്ക് ഒരു അപകടം സംഭവിച്ചു. ഈ പെൺകുട്ടി ശ്രദ്ധയില്ലാതെ എവിടെയോ ഓടി നടക്കുന്നതിനിടയിൽ ഒരു പാമ്പിനെ ചവിട്ടി. പാമ്പ് ഈ പെൺകുട്ടിയെ കടിച്ചു. അവൾ മരിച്ചു പോവുകയാണ്. അങ്ങനെ രുരുവിന്റെ ആയുസിന്റെ പകുതി കൊടുത്തിട്ട് പ്രമദ്വരയുടെ ജീവൻ തിരിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. അതിനുശേഷം ഈ രുരുവിന്റെ പ്രത്യേകത അയാൾ പിന്നെ എല്ലാ സ്ഥലത്തും പാമ്പിനെ കണ്ട തല്ലിക്കൊല്ലും എന്നാണ്. അങ്ങനെ തല്ലി കൊന്നുകൊണ്ടിരിക്കുന്നതിൽ ഒരു ചേരയാളുടെ തല്ല് കിട്ടാൻ വേണ്ടി ഇടയാവുകയും അത് കരഞ്ഞുകൊണ്ട് പറഞ്ഞു, എനിക്ക് വിഷമൊന്നുമില്ല, എന്നെ കൊല്ലരുത്, നിങ്ങൾ ഈ ചെയ്യുന്നത് ശരിയല്ല, അഹിംസയാണ് പരമമായ ധർമ്മം എന്നൊക്കെ ഈ സർപ്പം അല്ലെങ്കിൽ ഈ ചേര ഈ രുരുവിന് ഉപദേശിക്കുന്നുണ്ട്. അങ്ങനെയാണ് തുടർന്ന് ആസ്തികൻ എന്ന ഋഷിയുടെ ജനനകഥ പറയുന്നത്. ആസ്തികന്റെ പിതാവ് ജരൽക്കാരു എന്ന ബ്രഹ്മചാരിയായിരുന്നു. ജരൽക്കാരു കാണുന്ന ഒരു ദിവസം തന്റെ കുറെ മനുഷ്യന്മാരൊക്കെ കാല് തൂങ്ങിയിട്ട് തല താഴോട്ടാക്കിയിട്ട് ഒരു വലിയ മലയുടെ കിഴക്കാന്തൂക്കായിട്ടുള്ള വലിയൊരു മലയുടെ പിന്നെ തുഞ്ചത്ത് ഇങ്ങനെ കിടക്കുന്നുണ്ട്. അവര് കാല് താഴോട്ട് തൂക്കിയിട്ടാണ് അവർ പിടിച്ചിരിക്കുന്നത്. പിന്നെ ഒരു പുല്ലിന്റെ വേരിലാണ് തൂങ്ങി പിടിച്ചിരിക്കുന്നത്. ഇപ്പൊ ആ പുല്ലിന്റെ വേര് വിട്ടാൽ ഇപ്പൊ താഴോട്ട് വീണിട്ട് തല പൊട്ടി ചാവുന്നുള്ള അവസ്ഥയിലാണ്. ആ പുല്ലിന്റെ വേരിലാവട്ടെ ഒരു എലി കരണ്ടോണ്ടിരിക്കുന്നുണ്ട്. അങ്ങനെ കിഴക്കാന്തൂക്കായിട്ട് ഇങ്ങനെ തൂങ്ങിക്കിടക്കുന്ന ഈ ആളുകളെ കുറിച്ച് അവരോട് ചോദിച്ചു, നിങ്ങൾ എന്തിനാ അവിടെ കിടക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ഞങ്ങൾ ജരൽക്കാരുവിന്റെ പിതാമഹന്മാരാണ്. ജരൽക്കാരു സന്യാസിയായി മാറുകയാണ്. അവന്റെ വംശത്തില് പുതിയ സന്താനങ്ങൾ പറഞ്ഞാൽ മാത്രമേ ഞങ്ങൾക്ക് മോക്ഷം കിട്ടൂ എന്നാണ് അവിടെ പറയുന്നത്. അങ്ങനെ ജരൽക്കാരും ഒരു നിബന്ധന വെക്കുന്നു. എൻ്റെ പേരിൽ തന്നെയുള്ള ഒരു പെൺകുട്ടിയെ കിട്ടിയാലേ ഞാൻ കല്യാണം കഴിക്കൂ എന്നൊക്കെയുള്ളൊരു നിബന്ധന വെക്കുന്നു. ആ നിബന്ധന പാലിച്ചുകൊണ്ട് വാസുകിയുടെ സഹോദരി ജരൽക്കാരു ഇയാളെ കല്യാണം കഴിക്കാൻ തയ്യാറായിരുന്നു. പെൺകുട്ടിയുടെ പേരും ജരൽക്കാരുമാണ്. ദാനമായിട്ട് പെൺകുട്ടിയെ കൊടുക്കാമെന്ന് പറഞ്ഞ് അങ്ങനെ കല്യാണം കഴിക്കുന്നു. അതിൽ ജനിക്കുന്ന പുത്രനാണ് ആസ്തികൻ. ഈ ആസ്തികനാണ് പിന്നീട് പരീക്ഷത്തിന്റെ ജനമേജയന്റെ നാഗയജ്ഞത്തിൽ വെച്ചിട്ട് ഈ നാഗങ്ങളുടെ വംശനാശം സംഭവിക്കാതെ രക്ഷപ്പെടുന്നത് ആസ്തികനാണ്. അവിടെ നമ്മൾ പറഞ്ഞ ഒരു കാര്യം, ആ കഥയുടെ ഒരു പ്രത്യേകത പറഞ്ഞത്, ബ്രഹ്മചര്യം കൊണ്ട് നശിച്ചു പോകുന്ന വംശങ്ങളെ കുറിച്ചുള്ള ഒരു സൂചനയുണ്ട് ഈ ജരൽക്കാരുവിന്റെ കഥയിൽ. അപ്പൊ ബുദ്ധമതം മുന്നോട്ട് വെച്ച ഒരു ദർശനം അനുസരിച്ച് ബുദ്ധ സന്യാസിമാര് ബ്രഹ്മചര്യം സ്വീകരിക്കുകയും അവർ വിവാഹം കഴിക്കാതിരിക്കുകയും ഒക്കെ ചെയ്യുന്ന സമയത്ത്
പല വംശങ്ങളും കുറ്റിയേറ്റ് പോകുന്ന ഒരു അവസ്ഥ ഉണ്ടാകുന്നുണ്ട്. അതിന്റെ ദുരന്തത്തെക്കുറിച്ചാണ് യഥാർത്ഥത്തിൽ ജരൽക്കാരുവിന്റെ കഥ സൂചിപ്പിക്കുന്നത്. സ്വർഗം എന്നത് അല്ലെങ്കിൽ പിതാമഹന്മാരുടെ മോക്ഷം എന്നത് സന്തതിയുടെ നിലനിൽപ്പാണ്, സന്തതി പരമ്പരകളുടെ വംശത്തിന്റെ നിലനിൽപ്പാണ്. ആ വംശം നിലനിന്നാൽ മാത്രമേ ഈ മോക്ഷം, പിതാമഹന്മാർക്ക് മോക്ഷം കിട്ടുകയുള്ളൂ എന്ന് പറഞ്ഞ ഈ ബ്രഹ്മചര്യത്തിന് കുറ്റിയേറ്റ് പോകുന്ന, വംശങ്ങളുടെ കുറ്റിയേറ്റ് പോകുന്ന ബ്രഹ്മചര്യത്തെ എതിർക്കുകയും അതിന് അപ്പുറത്ത് വേറൊരു ദാർശനികമായിട്ടുള്ള യുക്തി അവതരിപ്പിക്കുകയും ചെയ്യാണ് ജരൽക്കാരുവിന്റെ കഥ ചെയ്യുന്നത്. അത്തരത്തിലുള്ള പല കഥകളുമുണ്ട് ഈ ഒരു പ്രത്യേക സാഹചര്യത്തിൽ. ബുദ്ധമതം വളരെ ശക്തി പ്രാപിച്ച ഒരു സമയത്ത് ഇങ്ങനെ ബ്രഹ്മചര്യവും, ബുദ്ധസന്യാസിമാരുടെ ബ്രഹ്മചര്യവും, സന്താനങ്ങളില്ലാതെ ഇരിക്കുന്ന അവസ്ഥയും വിവാഹം ചെയ്യാതിരിക്കുന്ന സന്യാസിമാരുടെ നേരെയൊക്കെ സമൂഹത്തിൽ ധാരാളമായിട്ട് വർദ്ധിച്ച സമയത്തായിരിക്കണം ഒരുപക്ഷെ ഈ കാര്യം ഇങ്ങനെയൊക്കെ സംഭവിച്ചിരിക്കാം. വാസുകി തന്റെ സഹോദരിക്ക് ജരൽക്കാരു എന്ന് പേരിടുകയും അവളെ ജരൽക്കാരു എന്ന മഹർഷിക്ക് വിവാഹം ചെയ്തു നൽകുകയും ചെയ്യുന്നു. അവർക്ക് ജനിക്കുന്ന പുത്രൻ ആസ്തികനാണ് പിന്നീട് ജനമേജയന്റെ നാഗയജ്ഞത്തിൽ നിന്ന് സർപ്പകുലത്തെ രക്ഷിക്കുന്ന കഥ നമ്മൾ പറഞ്ഞു. അത് കഴിഞ്ഞാൽ പിന്നെ വിനതയുടെയും കദ്രുവിന്റെയും കഥയാണ് തുറന്നു പറയുന്നത്. ദക്ഷ പ്രജാപതിയുടെ പുത്രിമാരായിരുന്നു വിനതയും കദ്രുവും. അവരെ കശ്യപ മഹർഷിയാണ് വിവാഹം കഴിക്കുന്നത്. വിനതയുടെ പുത്രനായിട്ട് ഗരുഡൻ ജനിക്കുന്നു. കദ്രുവിന്റെ സന്താനങ്ങളായിട്ട് 1000 നാഗങ്ങളാണ് ജനിക്കുന്നത്. കളവ് പറയാൻ മടിച്ചതിന്റെ പേരിൽ കദ്രു തന്റെ സന്താനങ്ങളെ ശപിക്കുന്നു. ആ ശാപത്തിന്റെ ഫലമായിട്ടും കൂടിയാണ് ജനമേജയന്റെ നാഗയജ്ഞത്തിൽ വെച്ചിട്ട് ഈ സന്താനങ്ങളൊക്കെ മരിക്കാനിടയായിരുന്നാണ് പറയുന്നത്. തുടർന്ന് പറയുന്നത് പാലാഴി മഥനത്തിന്റെ കഥയാണ്. ദുർവാസാവ് ഒരിക്കലും ഇങ്ങനെ യാത്ര ചെയ്തു പോകുന്ന വഴിക്ക് ഇന്ദ്രന്റെ പരിചാരികമായ വിദ്യാധര കന്യകമാര് അദ്ദേഹത്തെ ആദരവോടെ സമീപിക്കുകയും ഒരു പുഷ്പഹാരം അദ്ദേഹത്തിന് കാഴ്ചവെക്കുകയും ചെയ്തു. അത് ദുർവാസാവ് മുനിയാണ്, ബ്രഹ്മചാരിയാണ്. അദ്ദേഹം ഈ പെൺകുട്ടികൾ കൊടുത്ത മാല ഇങ്ങനെ കൊണ്ടുപോകാൻ മടിച്ചിട്ട് എന്ത് ചെയ്തു, അവരോട് സ്നേഹത്തോടെ വാങ്ങിച്ചു. അത് കഴിഞ്ഞ് അദ്ദേഹം അത് ദേവേന്ദ്രന് സമ്മാനിക്കുന്നു. ദേവേന്ദ്രൻ ദുർവാസാവിനെ വണങ്ങി, ദുർവാസാവ് തന്ന മാലയാണ്, വെറുതെ നഷ്ടപ്പെടുത്താൻ പാടില്ല എന്ന് വെച്ച് തലയിൽ വെക്കണം. മുടിയൊന്ന് കെട്ടാൻ വേണ്ടിയിട്ട് മാല അദ്ദേഹത്തിന്റെ ആനയുടെ കൊമ്പിൽ തൂക്കി. മാലയുടെ സുഗന്ധം കാരണം ഈ തേനീച്ചയും വണ്ടുമൊക്കെ വന്ന് മൂളിയപ്പോൾ ആനയ്ക്ക് ദേഷ്യം പിടിച്ച് ആന നിലത്തിട്ട് മാല ചവിട്ടുന്നു. ആ ചവിട്ടിൽ കൂട്ടുന്ന കാഴ്ച ദുർവാസാവ് കണ്ടുകൊണ്ട് നിൽക്കുന്നു. ദുർവാസാവ് ദേഷ്യം പിടിക്കുന്നു. താൻ കൊടുത്തൊരു മാലയെ ദേവേന്ദ്രൻ ഇങ്ങനെ അധിക്ഷേപിച്ചതിന്റെ കാരണം ദേവന്മാർക്ക് ജരാനരകളൊന്നും ബാധിക്കില്ല എന്ന അഹങ്കാരമായിരിക്കണം. അതുകൊണ്ട് ദേവന്മാർക്ക് ജരാനരകൾ ബാധിക്കട്ടെ എന്ന് ദുർവാസാവ് ശപിക്കുന്നു. അങ്ങനെ ആ ജരാനരകളിൽ നിന്നും ദേവന്മാർക്ക് മുക്തി കിട്ടാൻ വേണ്ടി മഹാവിഷ്ണുവിന്റെ ഉപദേശം അനുസരിച്ച് പാലാഴി കടയുന്നു. പാലാഴി കടഞ്ഞിട്ട് ദേവൻ അമൃതം എടുക്കുന്നു. അമൃതത്തിന് വേണ്ടി ദേവന്മാരും അസുരന്മാരും തമ്മിലുള്ള യുദ്ധം, ഇതൊക്കെ പറഞ്ഞു. അപ്പൊ ഈ വളരെ നാടകീയമായിട്ട് ഈ ഒരു മാല എടുക്കുന്നു, ആനയുടെ കഴുത്തിൽ വയ്ക്കുന്നു. അങ്ങനെ വളരെ നാടകീയമായിട്ടാണ് ഒരു കഥാസന്ദർഭത്തിലൂടെയാണ് പാലാഴി മഥനത്തിലേക്ക് എത്തിച്ചേരുന്നത് എന്ന് അർത്ഥം. അമൃതന് വേണ്ടി പിന്നെ അസുരന്മാരും ദേവന്മാരും തമ്മിലെ മത്സരമുണ്ട്. അതേപോലെ തന്നെ ഈ വിനത മത്സരത്തിൽ പരാജയപ്പെട്ടത് കാരണം ഗരുഡന്റെ മാതാവായിട്ടുള്ള വിനത കദ്രുവിന്റെ അടിമയായിട്ട് മാറിയിട്ടുണ്ടായിരുന്നു. ആ അമ്മയെ മോചിപ്പിക്കാൻ വേണ്ടി ഗരുഡൻ ചെയ്യുന്നത് സർപ്പങ്ങൾ ആവശ്യപ്പെട്ട കാര്യം കൊടുക്കുകയാണ്. അപ്പൊ സർപ്പങ്ങൾ ആവശ്യപ്പെട്ടത് അവർക്ക് അമൃത് വേണമെന്നാണ്. അമൃത് എടുക്കാൻ വേണ്ടി ദേവലോകത്ത് ചെന്ന് ഗരുഡൻ ദേവേന്ദ്രനുമായിട്ടും ദേവന്മാരുമായിട്ടൊക്കെ യുദ്ധം ചെയ്ത് അവരെ പരാജയപ്പെടുത്തിയാണ് അമൃത് എടുക്കുന്നത്. അമൃത് എടുത്ത് പോകുന്ന സമയത്ത് മഹാവിഷ്ണു ഗരുഡനും വരം കൊടുക്കുന്നുണ്ട്, ഗരുഡൻ മഹാവിഷ്ണുവിനും വരം കൊടുക്കുന്നുണ്ട്. തിരിച്ച് അമൃതുമായിട്ട് ഈ കദ്രുവിന്റെയും മക്കളുടെ സർപ്പങ്ങളുടെ അടുത്ത് വന്ന് അമ്മയുടെ മോചനം വാങ്ങിച്ചതിന് ശേഷം അവിടെ ആ അമൃത അവർക്ക് സർപ്പങ്ങൾക്ക് ഭക്ഷിക്കാൻ കഴിയുന്നതിന് മുമ്പ് തന്നെ ദേവേന്ദ്രൻ എടുത്തുകൊണ്ടുപോവുകയാണ് ചെയ്യുന്നത്. തുടർന്ന് പറയുന്നത് ജനമേജയം നടത്തുന്ന നാഗയജ്ഞത്തെക്കുറിച്ചാണ്. സർപ്പങ്ങൾ ഓരോന്നൊന്നായിട്ട് അഗ്നിയിൽ പതിക്കുന്നു. വാസുകി ആസ്തികന്റെ സഹായം ആവശ്യപ്പെടുന്നു. തക്ഷകൻ ആകാശത്തു നിന്ന് അഗ്നിയിൽ പതിക്കുന്നതിന് തൊട്ടു മുമ്പായിട്ട് ആസ്തികൻ യാഗം നിർത്തിവെക്കാൻ ആവശ്യപ്പെടുന്നു. അപ്പൊ ആസ്തികൻ ആദ്യം തന്നെ യജ്ഞവേദിയിൽ ഒരു ബ്രാഹ്മണന്റെ വേഷത്തിൽ വന്നിട്ടുണ്ടായിരുന്നു. ആ ബ്രാഹ്മണൻ ആയതുകൊണ്ട് രാജാവ് സ്വീകരിച്ചിരുത്തുകയും ചെയ്തു. രാജാക്കന്മാർ നടത്തുന്ന യജ്ഞങ്ങളെ കുറിച്ചൊക്കെ വലിയ പ്രശംസ അദ്ദേഹം അർപ്പിച്ചതോട് കൂടിയിട്ട് ഇഷ്ടമുള്ള വരം കൊടുക്കാമെന്ന് രാജാവ് ആസ്തികന് വാഗ്ദാനം ചെയ്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് ആസ്തികൻ ആവശ്യപ്പെടുന്നത് യാഗം നിർത്തിവെക്കാൻ. അപ്പൊ ആസ്തികന്മാരും നാസ്തികന്മാരും എന്ന ഒരു വിഭജനം നമ്മൾ നടത്തുന്ന സമയത്ത് ആസ്തികന്മാര് യജ്ഞത്തിലും ദൈവത്തിലും ഒക്കെ വിശ്വസിക്കുന്നവരും നാസ്തികന്മാർ ഇതിലൊന്നും വിശ്വസിക്കാത്തവരാണ്. ഇവിടെ ആസ്തികനായിട്ടുള്ള ഒരാളാണ് ആവശ്യപ്പെടുന്നത്
യജ്ഞം നിർത്തിവെക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ കണക്ഷൻ ആസ്തികൻ എന്ന വാക്കിന് ആസ്തികന്മാർ എന്നോ അല്ലെങ്കിൽ അസുരന്മാർ എന്നൊക്കെ പറയുന്നത് ഇറാനിലെ ചില പ്രത്യേക മതവിശ്വാസം അനുസരിച്ച് ദൈവങ്ങളായിരുന്നു. അവിടെ നിന്ന് വന്ന കഥയുടെ ബാക്കിയായിരിക്കാം എന്ന് നമ്മൾ ആ സമയത്ത് സൂചിപ്പിക്കുകയും ചെയ്തു. അങ്ങനെ ആസ്തികൻ ആദ്യമായിട്ട് യാഗം മുടക്കുന്നത് ആസ്തികന്റെ ഇടപെടൽ കൂടിയാണ്. പക്ഷെ യാഗം മുടക്കിയിട്ടും രാജാവിന് ആസ്തികനോട് ദേഷ്യമൊന്നും പിടിക്കുന്നില്ല. അവവൃത സ്നാനം കഴിഞ്ഞ് യജ്ഞത്തിന് ശേഷമുള്ള എല്ലാ ആളുകൾക്കും പ്രതിഫലമൊക്കെ കൊടുത്ത് യാഗം ഇവിടെ അവസാനിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞിട്ട് സന്തോഷത്തോടു കൂടി തന്നെയാണ് പിരിഞ്ഞു പോകുന്നത് ആസ്തികനും പിന്നെ ഈ നാഗങ്ങളും ഒക്കെ. ഈ കഥയെക്കുറിച്ച് പറയുന്ന സമയത്ത് നാഗങ്ങൾ എന്ന് ആവർത്തിച്ചു പറയുന്ന മഹാഭാരതത്തിൽ ആവർത്തിച്ചു വരുന്ന നാഗങ്ങൾ യഥാർത്ഥത്തിൽ സർപ്പങ്ങളല്ല. അത് നാഗവർഗം, നാഗന്മാരെന്ന് പറയുന്ന വർഗവും അതുപോലെ തന്നെ ഒരുപക്ഷെ ബുദ്ധവിശ്വാസികളെ ഒക്കെ അവിടെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ട്. അങ്ങനെ വരുന്ന സമയത്ത് വൈദിക മതവും വൈദികമായിട്ടുള്ള പാരമ്പര്യമുള്ള ബ്രാഹ്മണ മതവും ബുദ്ധവിശ്വാസവും തമ്മിലുള്ള, അല്ലെങ്കിൽ ബുദ്ധസന്യാസിമാരും ബുദ്ധവിശ്വാസവും തമ്മിലുള്ള വലിയ സംഘർഷം ഇന്ത്യയുടെ പല ഭാഗത്ത് നടന്നിട്ടുണ്ട്. ആ സംഘർഷങ്ങളുടെ ഒരു ബിംബഭാഷയിലുള്ള രൂപമായിരിക്കാം ഒരുപക്ഷെ ഈ നാഗയജ്ഞം എന്ന് നമ്മൾ ആ കഥയിൽ പറയണ്ടായി. ഇത് നമുക്ക് ഒറ്റ ഓട്ടത്തിന് ഈ കഥ പറഞ്ഞ് അവസാനിപ്പിക്കാം. അടുത്ത 1-2 എപ്പിസോഡോട് കൂടി മഹാഭാരതത്തെ ഒറ്റ കാഴ്ചയിൽ നമുക്ക് അവതരിപ്പിച്ചിട്ട് അവസാനിപ്പിക്കാം. ബാക്കി ഭാഗം അടുത്ത ആഴ്ച തുടരാം. എല്ലാവർക്കും നമസ്കാരം.